ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ പ്രേതി ദേവി ഹരേ മാതാജി, കൃഷ്ണ. ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും ബലറാം ജയന്തി ആശംസകൾ നേരുകയാണ്. ബലറാം പൂർണിമയാണ് ഇന്ന്. ഇന്ന് പൗർണമി ദിവസം ബലരാമ ഭഗവാന്റെ ആവിർഭാവം ഉണ്ടായ ദിവസമാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുക്കാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു, നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ 2 ഭാഗവതം ക്ലാസ് മിസ്സാക്കേണ്ടിയും വന്നു. അപ്പോൾ അത് ഏഹ്, ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് എല്ലാവരുടെയും സപ്പോർട്ട് എങ്ങനെയാണെന്ന്, എല്ലാവരുടെയും പ്രാർത്ഥന. കാര്യം ഞാനിത് ആം, ഉഷാമണി മാതാജിയാണ് ഇത് അറിയിച്ചത്. കാര്യം അങ്ങനെ അറിയിച്ച് പബ്ലിസിറ്റി ചെയ്ത് ഒരുപാട് പേര് അപ്പോഴിത് എനിക്ക് മനസ്സിലായി ശരിക്കും എത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നു, കരുതുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് ശരിക്കും മനസ്സിലായി. ഒരു സന്ദർഭമാണ്. എനിക്ക് ഇപ്പൊ ആൾക്കാരുണ്ട്, ഞാൻ ആരും ഇല്ല എനിക്ക് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേരുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു. നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഒരുപാട് പ്രാർത്ഥിച്ചു. അതിനെല്ലാം ആദ്യം തന്നെ നന്ദി പറയാണ്. അപ്പം ആ, അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് അനാഥനാണെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് ബന്ധുക്കളെ ഉണ്ടാക്കി തന്നു ഞാൻ ആരും ഇല്ലായിരുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും പാതാരവിന്ദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിനും എനിക്ക് വേണ്ടിയിട്ട് എന്നെ അന്വേഷിച്ചതിനും എല്ലാത്തിനും. പിന്നെ അടുത്തത് ആ, നമുക്ക് ബലറാം ജയന്തി ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബലറാം ഭഗവാനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ദീർഘമായിട്ട് എടുക്കുന്നില്ല. കാര്യം ഇപ്പൊ തന്നെ ഇവരെല്ലാവരും ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് ഇവർക്ക് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ പറഞ്ഞേക്കാം. ഇനിയും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കയറുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പം ബലറാം ജയന്തി, ആരാണ് ബലരാമൻ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ബലരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ, നമുക്ക് ശരിക്കും നോക്കിയാണ് ഗോലോക ആ, ആ ഒരു തലത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷൻ ഭഗവാന്റെ സ്വവിസ്തരണമാണ്. ആദ്യത്തെ സ്വവിസ്തരണമാണ് ബലരാമൻ. ബലരാമൻ ആദ്യം തന്നെ രാധാകൃഷ്ണന്മാരിൽ നിന്ന് ബലരാമനിൽ നിന്ന് നമുക്കറിയാം സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, പിന്നെ നാരായണനിൽ നിന്ന് മഹാസംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, അങ്ങനെയാണ് ഇങ്ങനെ പോരുന്നത്. അപ്പൊ എല്ലാ അവതാരങ്ങളുടെയും ഉദ്ഭവം ബലരാമിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ സംഘർഷനിൽ നിന്നാണ് മഹാദേവൻ വന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോരുവാണ്. ഇനി ശ്രീകൃഷ്ണാവതാരത്തിലാണെങ്കിൽ അതുപോലെ തന്നെ ഇതേ ബലരാമൻ തന്നെയാണ് ശേഷനാഗമായിട്ട് അല്ലെങ്കിൽ അനന്തനാഗമായിട്ട് എല്ലാ വൈകുണ്ഠ ലോകങ്ങളിലും വിഷ്ണുവിന് മെത്തയായിട്ടും ആ, കിടക്കയായിട്ടും കിടക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാകാം അദ്ദേഹത്തിന്റെ ഭാവം എന്താണ്. സേവയാണ് അല്ലെ, ഭഗവാനെ സേവ ചെയ്യുക എന്നുള്ള ഭാവമാണ് ബലരാമന്റെ. അതുപോലെ തന്നെ ബലരാമൻ ആ, എന്താണ് നമുക്കറിയാം, ആ, അദ്ദേഹം തന്നെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുജനായിട്ട് അദ്ദേഹത്തെ സേവ ചെയ്യാനായിട്ട് ലക്ഷ്മണനായിട്ട് അവതരിച്ചത്. അപ്പൊ അങ്ങനെ ലക്ഷ്മണനായിട്ട് അവതരിച്ച് അദ്ദേഹം 14 വർഷക്കാലം എന്താണ് ജലപാനമില്ലാതെ ഒരുപോലെ കണ്ണടയ്ക്കാതെ ആ, ഭഗവാന് കാവൽക്കാരനായിട്ട് സേവകനായിട്ടും കൂടെ കൂടിയിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കറിയാം എത്ര വലിയ ആ മഹത്തരമാണ് അദ്ദേഹത്തിന്റെ സേവ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ അവതാരത്തിൽ ജ്യേഷ്ഠനായിട്ടാണ് വന്നതെങ്കിൽ കൂടിയും ബലരാമന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭഗവാന് സേവ ചെയ്യുകയാണ്. അതായത് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭോക്താരം യജ്ഞ തപസാം സർവലോകം മഹേശ്വരം, ഇതെല്ലാ അതിനെയും ഉൾക്കൊള്ളുന്ന ആള്, സ്വീകരിക്കുന്ന ആളാണ് എല്ലാ ഭോഗങ്ങളും. പക്ഷെ ബലരാമൻ എന്താണ്, എല്ലാം അങ്ങോട്ട് കൊടുക്കുന്ന ആള്. ഒരാള് ഗീവറും മറ്റൊരാള് എന്താണ്, അക്സെപ്റ്റ് ചെയ്യുന്ന ആള്, അല്ലെ. അപ്പം ഒരാൾ അങ്ങോട്ട് കൊടുക്കുന്നു, മറ്റൊരാള് സ്വീകരിക്കുന്നു. സേവ കൊടുക്കുന്നു, സേവ സ്വീകരിക്കുന്നു. ഇത് രണ്ടാണ് ഇവര് തമ്മിൽ. അപ്പൊ കൃഷ്ണനും ബലരാമൻ തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ടുപേരും ഒന്ന് തന്നെയാണ്, പക്ഷെ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. 64 ഗുണങ്ങള് കൃഷ്ണനുണ്ട്, 64 ഗുണങ്ങള് ബലരാമനും ഉണ്ട്. പക്ഷെ ചെറിയ ഒരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ ഭാവത്തിലും നിറത്തിലുമാണ്. ബലരാമന്റെ നിറം നമുക്കറിയാം നല്ല വെളുത്ത നിറമാണ്. എന്നാൽ കൃഷ്ണന്റെ നിറം എന്താണ്, ശ്യാമവർണ്ണമാണ്. പിന്നെ എന്താണ് വേറൊരു വ്യത്യാസമുള്ളത്, ഭാവം എന്ന് പറഞ്ഞാൽ ഒരാള് അങ്ങോട്ട് കൊടുക്കുന്നു, ഒരാള് സ്വീകരിക്കുന്നു. സ്വീകർത്താവും ദാതാവും സ്വീകർത്താവും, ഈ വ്യത്യാസമാണ് ഇവർക്ക് തമ്മിലുള്ളത്. പിന്നെ ഈ നമുക്കറിയാം ഭഗവാന്റെ
വൃന്ദാവനമായിട്ടും, അതുപോലെ തന്നെ ഭഗവാന്റെ ഉടയാട, അതുപോലെ തന്നെ വനമാല, അതുപോലെ തന്നെ ഭഗവാന്റെ പിന്നെ തലയിൽ കൊടു ആ, ചെയ്യ കൊടുക്കുന്നത് കൃഷ്ണനല്ലേ പ്രഭു? കൊടുക്കുന്ന ആരാന്നാ പറഞ്ഞേ? കൊടുക്കുന്നത് കൊടുക്കുന്നത് ബലരാമൻ, അല്ല, ഞാൻ ആ സ്വീകരിക്കുന്നത് കൃഷ്ണൻ അല്ലേ? സ്വീകരിക്കുന്ന കൃഷ്ണൻ. സ്വീകരിക്കുന്ന കൃഷ്ണൻ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കൊടയായിട്ടും ഭഗവാന്റെ കിരീടമായിട്ടും ഭഗവാന്റെ ഓടക്കുഴലായിട്ടും എല്ലാം വിസ്തരിച്ചിരിക്കുന്ന ആരാണ്? ബലരാമൻ. കാര്യം ബലരാമന് എത്ര സേവ കൊടുത്താലും മതിയാകില്ല എന്നുള്ള ഒരു ഭാവത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ബലരാമൻ, നമുക്ക് ബലരാമനും ഭഗവാനായിട്ടുള്ള ഒരുപാട് പാസ്റ്റ് ടൈംസ് നമുക്ക് ഭാഗവതത്തിൽ കൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബലരാമന് കോപിഷ്ഠനായിട്ട് ബലരാമൻ യമുന നദിയെ ഇങ്ങനെ കലപ്പയിട്ട് വലിച്ച് കൊണ്ടിരുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഭാഗം മുഴുവൻ കൃഷിയിടമായി മാറിയതും ഒക്കെ അങ്ങനെ ബലരാമൻ ആ കർഷകരുടെ ഒക്കെ ഒരു കലപ്പയല്ലേ അദ്ദേഹത്തിന്റെ ആയുധം. അങ്ങനെ പല രംഗങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഭാഗവതത്തിലും ബലരാമന്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് കാണാം. ബലരാമൻ രോമകർഷനെ ഒരു ദർഭ എടുത്ത് എറിഞ്ഞ് ബലരാമൻ വധിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ. എന്നിട്ട് സൂത ഗോസ്വാമിയെ ഭാഗവതം ആ, നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്, ഭാഗവതം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സൂത ഗോസ്വാമിയെ ഏൽപ്പിക്കുന്നതും ബലരാമനാണ് അല്ലെ. അപ്പൊ ഭാഗവതം കിട്ടാനും ബലരാമൻ ആണ് ഒരു കാരണക്കാരൻ, നമുക്ക് ശ്രീമദ് ഭാഗവതം കിട്ടാൻ. കാര്യം സൂത ഗോസ്വാമിയാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞ് സൂത ഗോസ്വാമിയെ വ്യാസാസനത്തിൽ അവരോധിച്ചത് ബലരാമസ്വാമിയാണ്. അപ്പൊ ഈ ബലരാമസ്വാമി എന്നാണ് ആവിർഭവിച്ച ദിവസം ദേവകി മാതാവിന്റെ ഏഴാമത്തെ ഗർഭത്തിൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബലരാമൻ വന്നത്? ഏഴാമത്തെ ഭഗവാൻ അവതരിക്കുന്നതിന് മുൻപേ, സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അവതരിക്കുന്നതിന് മുൻപേ എന്താണ് ആ ഗർഭപാത്രത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് വൃത്തിയാക്കാൻ വേണ്ടി ഭഗവാന് അവിടെ അവതരിക്കാൻ വേണ്ടിയിട്ട് ആ ഗർഭപാത്രത്തെ വിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് ബലരാമൻ ഏഴാമത് അവതരിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? യോഗമായ അല്ലെങ്കിൽ സംഘർഷണൻ എന്ത് ചെയ്തു? ആവാഹിച്ച് രോഹിണിയുടെ ഗർഭത്തിലേക്ക്, അതായത് എവിടെയാ രോഹിണി താമസിച്ചുകൊണ്ടിരുന്നത്? വസുദേവരുടെ 16 ഭാര്യമാരിൽ ഏറ്റവും അവസാനത്തെ ഭാര്യയാണ് ദേവകി. അതിലെ ഒരു ഭാര്യയാണ്, ഇടയ്ക്കുള്ള ഒരു ഭാര്യയാണ് രോഹിണി. ആ രോഹിണിയെ കംസന്റെ പീഡകളിൽ നിന്ന് ഉള്ളത് കൊണ്ട്, കംസന്റെ ഉപദ്രവം ഉള്ളത് കൊണ്ട് വസുദേവരെ സുരക്ഷിതമായിട്ട് സുഹൃത്തായ നന്ദഗോപരുടെ വീട്ടിൽ ഗോകുലത്തിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്കാണ് ബലരാമനെ ആവേശിച്ച് യോഗമായ കൊണ്ടുപോയത്. അങ്ങനെ രോഹിണി സുതനായിട്ടാണ് ബലരാമൻ അവതരിച്ചത്. ഏഴാമത്തെ പുത്രൻ, ദേവകിയുടെ ഏഴാമത്തെ പുത്രൻ രോഹിണി സുതനായിട്ട് ആണ് ബലരാമൻ അവതരിച്ചത്. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനാണെങ്കിൽ കൂടിയും രോഹിണി സുതനായിട്ടാണ് ഗോകുലത്തിൽ അവതരിച്ചത്. അപ്പൊ അങ്ങനെ കൃഷ്ണന്റെ ജ്യേഷ്ഠനായിട്ടാണ് നമുക്ക് ഈ ശ്രീകൃഷ്ണ അവതാരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഈ ബലരാമൻ എന്തുകൊണ്ടാണ് ഏഴാമത് വന്നതെന്ന് പറഞ്ഞാൽ, ഭഗവാനെ കിട്ടാൻ നമുക്ക് എന്ത് വേണം? ഒരു ഗുരുവിനെ വേണം അല്ലെ. നമ്മൾ ആ ഒരു തത്വത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭഗവാനെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ഗുരുവിൽ കൂടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആ ഗുരു തത്വമാണ് ശ്രീകൃഷ്ണനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ഗുരുവാണ് നമ്മളുടെ അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവാണ് ക്ലീൻസിങ് ചെയ്യുന്നത് അല്ലെ. അജ്ഞാനമാകുന്ന തിമിരം കൊണ്ട് നമ്മളെ ഇതെല്ലാം നശിച്ചിരിക്കുകയാണ് അല്ലെ, ഈ അന്തരംഗം മുഴുവൻ അല്ലെ, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ജ്ഞാനമാകുന്ന അഞ്ജനം എഴുതി നമ്മളെ എന്താണ് ഭഗവാനെ കാണിച്ചു തരുന്നത് ആരാണ്? ആ ഗുരുവാണ്. അപ്പൊ ആ ഗുരുവായിട്ടാണ് ഏഴാമത്തെ ദേവകിയുടെ ഗർഭത്തിൽ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാനെ തരികയായിരുന്നു ചെയ്തത് ആര്? ബലരാമൻ. അപ്പൊ അങ്ങനെയുള്ള ആ ബലരാമസ്വാമി ഇവിടെ ആവിർഭാവ ദിവസമാണ് ഇന്ന്. അപ്പൊ ആ ബലരാമസ്വാമി എന്താണ്? ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ദൃഢത തരികയാണ് അല്ലെ ചെയ്യുന്നത്. ആധ്യാത്മികമായിട്ടുള്ള ദൃഢത, ആ ശക്തി, ബലം, ഇതൊക്കെ ബലരാമസ്വാമിയാണ് തരുന്നത്. അപ്പൊ ഇതേ ബലരാമസ്വാമി തന്നെ ചൈതന്യ ലീലയില് നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചു. നിത്യാനന്ദ പ്രഭുവിന്റെ ആ ഒരു അത്രയും മെർസിഫുൾ ആയിട്ടുള്ള യാരേ ദേഖോ താരേ കഹോ കൃഷ്ണ ഉപദേശ് എന്ന് ആര് പറഞ്ഞു? മഹാപ്രഭു പറഞ്ഞു. ഓരോ ഡോർ സ്റ്റെപ്പിലും വന്നിട്ട് ആര്? നിത്യാനന്ദ പ്രഭു ലോക്ക് ചെയ്യാണ് ഓരോ വീടുകളിലല്ലേ. ഏക് ബാർ ഹരി ബോൾ,
ഒരു പ്രാവശ്യമെങ്കിലും ഹരി പോലും നിന്ന് പറയാവോ എന്ന് ചോദിച്ച് യാചിക്കുകയാണ്. അപ്പൊ തനിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലേ, ഹരി പോലും പറയാനായിട്ട് എന്റെ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ വീട്ടിലെ പണി ആര് ചെയ്യുമെന്നൊക്കെ ഓരോ വീട്ടമ്മമാർ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ പറയും, നിന്റെ വീട്ടിൽ പച്ചക്കറി അരിയും കറിയും ഇതൊക്കെയല്ലേ നിന്റെ പണി, ഇതൊക്കെ ഞാൻ ചെയ്തു തരാം, നീ ഒരു പ്രാവശ്യം ഹരി പോലും പറയുമോ എന്ന് ചോദിച്ചു. അതിനെന്താ വന്ന് ചെയ്തോളാൻ ചിലർ പറയും, ചിലർ ശല്യം ഒഴിഞ്ഞു പോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹരി പോലും പറയുമ്പോ ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാമെന്ന് പറയും. അങ്ങനെ ഓരോ വീടുകളിലും ചെന്ന് എന്താണ് ഭഗവാന്റെ നാമം ഒരു പ്രാവശ്യമെങ്കിലും ഒരാളെ കൊണ്ട് ചൊല്ലിക്കുക എന്നതായിരുന്നു ചൈതന്യ ലീലയിൽ നിത്യാനന്ദ പ്രഭുവിന്റെ ജോലി. അതുപോലെ ജഗായ് മതായി എന്ന് പറഞ്ഞ അവര് കല്ലെടുത്ത് എറിയുകയും ഇവിടെയെല്ലാം നെറ്റിയെല്ലാം പൊട്ടി വേദനിക്കുകയും ചൈതന്യ മഹാപ്രഭുവിന്റെ കയ്യിൽ നിന്ന് സുദർശനം വരികയൊക്കെ ചെയ്ത സമയത്ത് അവിടുത്തെ ഉദ്ദേശം എന്താണ്? കൃഷ്ണപ്രേമം കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. ആയുധമേന്തി യുദ്ധം ചെയ്യുന്ന അവതാരമല്ല ഇത്. അതുകൊണ്ട് ആയുധം പിൻവലിക്കാൻ പറഞ്ഞ് യാചിച്ചതും ഈ പറഞ്ഞ നിത്യാനന്ദ പ്രഭു അല്ലെങ്കിൽ ബലരാമനാണ്. ആദ്യ ഗുരു. അതുപോലെ നമ്മളുടെ എല്ലാവരുടെയും കൃഷ്ണാവബോധത്തിൽ മുന്നോട്ട് പോകാനായിട്ടും നമുക്ക് ദൃഢത കിട്ടാനും, നമ്മൾ എന്താണ് ചഞ്ചലമായിട്ടാണല്ലോ ഇരിക്കുന്നത് അല്ലെ. അപ്പം അവിടെ പോണോ ഇവിടെ പോണോ, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ, ഇത് ഏതാണ് ശരി? ഇപ്പം ഭക്തിവർഷിയാണോ ശരി, അതുപോലെ തന്നെ ഭഗവത്ഗീതയാണോ, ഭക്തിശാസ്ത്രിയാണോ, നമുക്ക് ആരുടെ ക്ലാസ്സിൽ പോകില്ല. നമ്മള് ആ ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ മനസ്സിനൊരു ദൃഢത കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലൊരു ദൃഢത, നമുക്കൊരു ഏകാഗ്രത, നമുക്ക് എന്താണ് ശരിയായിട്ടുള്ള മാർഗം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ബലരാമസ്വാമിയുടെ സഹായം നമുക്ക് വേണം. അതുകൊണ്ട് എല്ലാവരും എന്താണ് നമ്മൾ ഹരേ കൃഷ്ണയില് എത്ര പ്രാവശ്യമുണ്ട്? 16 അക്ഷരങ്ങളുള്ളതില് 8 പ്രാവശ്യം ഹരയും, അതുപോലെ 4 പ്രാവശ്യം കൃഷ്ണായും 4 പ്രാവശ്യം രാമായും ഉണ്ട്. ആ രാമ എന്ന് പറയുന്നത് ബലരാമനാണ്, മറ്റാരുമല്ല. ഈ ബലരാമനിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളുടെയും ഉദ്ഭവം വന്നിരിക്കുന്നത്. അതുപോലെയുള്ള അതുകൊണ്ട് അങ്ങനെയുള്ള ആ ബലരാമസ്വാമിയുടെ കൃപ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ കൃപ ഏത് സമയത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വീണ്ടും 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 അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് എന്താണ് ഹൃദയം അർപ്പിച്ചിട്ട് അഞ്ജലികൾ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ബലരാമസ്വാമിയെ ഓർക്കാൻ വേണ്ടി നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ, കൃഷ്ണ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ ഹരേ, രാമ ഹരേ ഹരേ രാമ കൃഷ്ണ രാമ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ ഹരേ, ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ 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 കൃഷ്ണ ഹരേ ഹരേ, ഹരേ 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 കൃഷ്ണ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ രാമ ഹരേ 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 ഹരേ. രാമ ഹരേ രാമ 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 ഹരേ ഹരേ. സദാ ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ പ്രഭുജി. നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഭഗവത്ഗീതയിലെ ധ്യാന യോഗം ആണ് എടുത്തുകൊണ്ടിരുന്നത്. ധ്യാന യോഗത്തില് നിങ്ങൾക്കൊക്കെ ഇറങ്ങാനുള്ള സമയമായി കാണല്ലേ, 5 മിനിറ്റ് കൂടി ഉള്ളൂ. നമുക്കൊരു ശ്ലോകം അത്രേ പറ്റുവാണെങ്കിൽ ഉള്ളൂ. നോക്കാം. അപ്പൊ 16-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. കാര്യം നമ്മൾ ബലറാം ജയന്തിയായിട്ട് ഭഗവാനെ പറ്റി പറയാൻ നമ്മൾ ഓടിപ്പോയി ഭഗവത്ഗീത എടുത്തിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ ആകെ ഈ ഒരു ദിവസമാണ് ഭഗവാനെ പറ്റി സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. നമ്മൾ എല്ലാ പ്രാവശ്യവും പറയാറുള്ളത് തന്നെയാണ് പറഞ്ഞെങ്കിലും ഇത്രയെങ്കിലും പറയാതെ നമുക്കൊന്നും ഓർക്കാതെ, ബലരാമസ്വാമി ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ 16-ാമത്തെ ശ്ലോകം, നാത്യസ്നസ്തസ്തു യോഗോസ്തി നാചൈകാന്ത മനസ്നതാം ന ജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. നാത്യസ്നസ്തസ്തു യോഗോസ്തി നചൈകാന്ത മനസ്നതാം ന ജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 16. നാത്യസ്തു യോഗോ അസ്തിന ചൈകാന്ത മനസ്നതഃ നാചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. നാസ്തു യോഗ അസ്തിന ജൈകാന്ത മനസ്നത നാചാന്തി സ്വപ്നശീലസ്യ ജാഗ്രതോ
നൈവ നൈവ അർജുനഃ. ഹരേ കൃഷ്ണ പ്രഭു. അർജുന. ഓക്കെ. ഹരേ കൃഷ്ണ. ശില പ്രഭാതയുടെ പദാനുപത തർജ്ജമ. ജയ് ശില പ്രഭാത്. അർജുന, ഹേ അർജുന, യോഗ പരമവുമായി ബന്ധപ്പെടൽ അല്ലെങ്കിൽ യോഗം അത്യസ്നുത അമിതമായി ഭക്ഷിക്കുന്നവനാകട്ടെ ന അസ്ഥി ഭവിക്കുന്നില്ല. ഏകാന്തം ഏറ്റവും അനസ്നത ഭക്ഷിക്കാത്തവനും ന അസ്ഥി ഭവിക്കുന്നില്ല. അതിസ്വപ്നശീലസ്യ അധികം ഉറങ്ങുന്നവനും ന ഇല്ല. ഇതി ജാഗ്രത അധികം ഉണർന്നിരിക്കുന്നവനും ന ഏവ ഇല്ല തന്നെ. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കരി ശേഷി സ്വാമി ശിലപ്രഭാ. ജയ ശിലപ്രഭാത്. അർജുന, വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. അപ്പം ഹരേ കൃഷ്ണ. ശൈലജ് എന്താ പറയുന്നത്, അപർണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജിയുടെ അച്ഛനമ്മ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ആദ്യം ഓണാശംസകൾ പറയാൻ വിട്ടുപോയെങ്കിൽ എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് പിന്നെ ബലറാം ഹരേ ജയന്തി. കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി ഇറങ്ങിക്കോട്ടെ പ്രഭുജി. അത് ഇറങ്ങിക്കോളാം. കയറുണ്ട് ഇച്ചിരി താമസം. ഹരേ കൃഷ്ണ ഇറങ്ങിക്കോളാം. പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ഭഗവാൻ. കൃഷ്ണ. അപ്പം നമ്മൾ ഇന്ന് ബലറാം ജയന്തി ആഘോഷിക്കണം. അപ്പൊ നിങ്ങൾക്ക് തുടക്കത്തിൽ കയറിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ബലറാം ജയന്തി ആശംസകള്. പിന്നെ ഞാൻ ബലറാം സ്വാമിയുടെ പാസ്റ്റ് ടൈംസിനെ പറ്റി പറഞ്ഞിരുന്നു. ആ ഭാഗം സ്കിപ്പായി. യൂട്യൂബിൽ നോക്കി കണ്ടാൽ മതി. ഇപ്പോൾ അവരെല്ലാവർക്കും വേറെ ഭക്തിശാസ്ത്രി കോഴ്സ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാരും ആ ഭക്തിശാസ്ത്രി കോഴ്സിലേക്കാണ് പോയത്. ഇപ്പം കുറച്ച് പേര് അപ്രത്യക്ഷമായിട്ട് കണ്ടു കാണും അല്ലെ. അപ്പൊ ബലറാമ സ്വാമിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ അത് നോക്കുക. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ കണ്ടില്ല. അതെ അല്ലേ. ഹരേ കൃഷ്ണ. സാരമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാവാർത്ഥം നോക്കാം. രതിദേവി മാതാജി, ഭാവാർത്ഥം. മാതാജി ശബ്ദമൊക്കെ ശരിയായോ? കുറെയൊക്കെ ശരിയായല്ല. കുറേ ഉള്ളു. അതും മരുന്നുണ്ട്, അത് കഴിഞ്ഞേ ഒക്കൂ. ശരിക്കും ഇൻഫെക്ഷൻ ആയിപ്പോയി. അതെയോ? ഇൻഫെക്ഷൻ എന്താ ചെയ്യുക. ജയ് ശ്രീലപ്രഭാതർ ഭാവാർത്ഥം. യോഗിക്ക് ആവശ്യമായ ഭക്ഷണത്തിന്റെയും നിദ്രയുടെയും ക്രമങ്ങളെപ്പറ്റി ഇനി പ്രസ്താവിക്കുന്നു. ഏറെ ഭക്ഷിക്കുക എന്നാൽ ശരീരത്തെയും ജീവനെയും ഒരുമിച്ച് നിർത്താൻ ആവശ്യമുള്ളതിലധികം ഭക്ഷിക്കുക എന്നർത്ഥം. ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും പാലും ധാരാളം കിട്ടാനുള്ളപ്പോൾ മനുഷ്യന് ജന്തുക്കളെ ഭക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല. മുൻപറഞ്ഞ ധ്യാനാദികളായ ലഘുവായ ആഹാര പദാർത്ഥങ്ങളാണ് ഭഗവത്ഗീത സ്വാധ്യായങ്ങളായി കണക്കാക്കുന്നത്. തമോ ഗുണത്തിലുള്ളവരുടെ ഭക്ഷണമാണ് മാംസം. അതിനാൽ മാംസഭോജനം, മദ്യപാനം, പുകവലി, കൃഷ്ണാർപ്പണം ചെയ്യാതെയുള്ള ഭക്ഷണം എന്നിവ മലിന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഉളവാക്കും. ഭുജ്യതേ തേത്വം പാപയെ പച്ചന്ത്യാത്മ കാരണാത്. കൃഷ്ണനെ നിവേദിക്കാതെ തനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുകയും ഇന്ദ്രിയ സുഖത്തിനായി ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ പാപമാണ് ഭുജിക്കുന്നത്. പാപം ഭുജിക്കുകയോ തനിക്കുള്ള ഓഹരിയിൽ കവിഞ്ഞ് ഭക്ഷിക്കുകയോ ചെയ്യുന്നവന് യോഗാനുഷ്ഠാനത്തിൽ മികവ് നേടാനാവില്ല. കൃഷ്ണനെ നിവേദിച്ചതിന്റെ ഉച്ഛിഷ്ടം മാത്രം ഭക്ഷിക്കുന്നതാണ് ഉത്തമം. കൃഷ്ണാവബോധമുള്ളവർ ആദ്യമായി കൃഷ്ണനെ നിവേദിച്ച ശേഷമേ ആഹാരം എന്തോ ഉപയോഗിക്കുകയുള്ളൂ. അതിനാൽ അവബോധവാന് മാത്രമേ യോഗത്തിൽ പൂർണ്ണത നേടാൻ സാധിക്കൂ. കൃത്രിമമായി ആഹാരം ഉപേക്ഷിക്കുകയും സ്വന്തമായി സൃഷ്ടിച്ച ഉപവാസ ചടങ്ങുകളും യോഗാഭ്യാസവും അനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് ഒരാൾക്ക് യോഗ പരിപൂർണത നേടാനാവില്ല. കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയോ ആവശ്യമില്ലാതെ ഉപവസിക്കുകയോ ഏറെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല. അങ്ങനെയാണ് ഒരാൾ യോഗ പരിശീലനത്തിന് കഴിവ് നേടുന്നത്. ഏറെ ഭക്ഷിക്കുന്നവൻ ഉറക്കത്തിലധികം സ്വപ്നങ്ങൾ കാണും. തന്മൂലം വേണ്ടതിലേറെ ഉറങ്ങുകയും ചെയ്യും. ദിവസത്തിൽ 6 മണിക്കൂറിലധികം ആരും ഉറങ്ങേണ്ടതില്ല. 24 മണിക്കൂറിൽ 6 മണിക്കൂറിലധികം ഉറങ്ങുന്ന ആൾ തീർച്ചയായും തമോ ഗുണത്തിന്റെ സ്വാധീനതയിലാണ് കഴിയുന്നത്. അലസനും നിദ്രാലുവുമാകയാൽ തമോ ഗുണബാധിതനായ ഒരാൾക്ക് യോഗ പരിശീലനത്തിന് കഴിയുകയുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഞാനൊരു കാര്യം ആദ്യം ചോദിക്കേണ്ട, അവസാനം മാതാജി പറഞ്ഞ കാര്യം, ഇത്ര പേര് 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നുണ്ട്.
കൈ പൊക്കുക. ഇല്ലല്ലേ, ഭയങ്കര അതിശയായി പോയിരിക്കുന്നു. അപ്പൊ ഞാനും ഉണ്ടോ? മാതാജി ഉണ്ടോ? അപ്പൊ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നവര് തമോ ഗുണത്തിന് ശ്രീലപ്രഭാതരുടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. മാതാജി ഉറങ്ങുന്നുണ്ടോ 6 മണിക്കൂർ കൂടുതൽ? ആ 6 മണിക്കൂർ കൂടുതൽ ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ 8 ഇവിടെ മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. 8 മണിക്കൂറുണ്ടല്ലേ. അത് നമ്മളുടെ വൈദ്യന്മാരോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ ഈ കൃഷ്ണാബോധത്തിൽ നമുക്ക് ശ്രീലപ്രഭാതർ നമുക്ക് പറയുന്നത് യോഗശാസ്ത്രം അനുസരിച്ച് 6 മണിക്കൂർ കൂടുതൽ ഉറങ്ങുന്നവര് തമോ ഗുണത്തിൽ 24 മണിക്കൂറുണ്ടല്ലേ. അപ്പൊ അതിൽ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാര് തമോ ഗുണികളാണ് എന്ന് പറയുന്നു. അപ്പൊ 6 മണിക്കൂർ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾക്കൊക്കെ സമയം കുറവായിരിക്കും അല്ലെ. നമ്മൾ സദാഹരി ആയിരിക്കേണ്ടവരാണ്. പിന്നെ നമ്മൾ എന്താണ് ഭൗതിക ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഉറക്കവും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായത് കൊണ്ട് നമുക്ക് 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അതിൽ കൂടുതൽ ഉറങ്ങേണ്ട ആവശ്യമില്ല പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് എന്ന് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അല്ലെ. 6 മണിക്കൂർ മതി എന്താണ് ഉറക്കം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി? അപ്പൊ നമ്മൾ അറിയാം, നമുക്ക് പ്രധാനമായിട്ട് നമ്മളുടെ അസുഖങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് എല്ലാവർക്കും അസുഖങ്ങളുണ്ട് അല്ലെ. ഞാനിപ്പോ കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലായിരുന്നു അല്ലെ. ഈ അസുഖങ്ങളൊക്കെ എന്താണ്? നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് അല്ലെ. നമ്മളുടെ ആഹാരത്തിന്റെ ഇതുകൊണ്ടാണ് അല്ലെ. നമ്മൾ പണ്ടുള്ള 100, 105, 120 വയസ്സ് വരെ ജീവിച്ചു പിടിക്കുന്ന നമ്മുടെ അപ്പന്മാർക്കൊക്കെ അല്ലെ, അവരൊക്കെ എന്താണ് പറമ്പിൽ ഉണ്ടായിരുന്ന കപ്പ, ചക്ക ഇതൊക്കെ വെച്ചിട്ടാ കഴിഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മൾ ഇന്ന് ഈ കാണുന്ന മസാലപ്പൊടികളോ, ഈ മസാലപ്പൊടികളെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയതാണ് നമ്മളുടെ എല്ലാം അസുഖങ്ങൾക്ക് കാരണം. അപ്പൊ അത് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. നമ്മൾ ഒരു ദിവസം ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം മെനക്കെട്ടാൽ മതി. ഈ മസാലപ്പൊടികളൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അല്ലെ. ഈ മല്ലിയും ജീരകവും ഇതെല്ലാം കഴുകി ഉണക്കി നമുക്ക് തന്നെ പൊടിച്ച് നമ്മൾ ആ പൊടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ വിഷത്തിന്റെ പൊടി ആണ് അതിന്റെ കൂടെ കിട്ടുന്നത്. അതെല്ലാം വാങ്ങിച്ച് നമ്മൾ കഴിച്ചിട്ടാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത അസുഖം മറ്റേ ഉപ്പ്, അയഡിൻ ചേർത്ത ഉപ്പ്, അതിന് വരെ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കണം അല്ലെ. കല്ലുപ്പ് കല്ലുപ്പ് അല്ലെങ്കിൽ ഇന്ദുപ്പ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ വേറൊരു വലിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ എണ്ണ നമ്മള് വീട്ടിൽ തന്നെ തേങ്ങയൊക്കെ നല്ല വിളഞ്ഞ തേങ്ങയൊക്കെ എടുത്തിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കണം. അതറിയാമല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മൾ അതിന്റെ തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് ഒരു എന്താണ് അതിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും. ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരും. അതെടുത്ത് ചട്ടിക്കകത്ത് ഇട്ടിട്ട് വരുന്ന എണ്ണ അത് എന്തൊരു വാസനയായിരിക്കും എന്നറിയാം അതിനെ. നമ്മൾ നല്ല തേങ്ങാപ്പാൽ ഒന്നാം പാൽ എടുത്തിട്ട് ഒന്നാം പാല് അതേപടി എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുക, അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്തു നോക്കുമ്പോൾ അതിന് മേളിലൊരു ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. ഇങ്ങനെ ആ പൊങ്ങി വരുന്ന ഭാഗം എടുത്തിട്ട് നമ്മൾ നേരെ ഒരു ഒരു തവയ്ക്കകത്തോ ഇങ്ങനെ ഇട്ടിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേന് ആ വരുന്ന എണ്ണ അതിനാണ് വെർജിൻ. കാര്യം വളരെ കുറച്ചേ കിട്ടുള്ളൂ, നമുക്ക് നഷ്ടമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളത് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുക. പിന്നെ കുക്കിങ്ങിന് നമ്മളെ വീട്ടിൽ തന്നെ എന്താണ് ആ കൊപ്ര ആക്കിയിട്ട് നമ്മൾ കൊണ്ട് ആട്ടിച്ച് മേടിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഈ വെജിറ്റബിൾ ഓയിൽ അങ്ങനത്തെ ഓയിലെല്ലാം ഒരുപാട് യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മുടെ ഹെൽത്തിനെ നമ്മളെ സാരമായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പ്രകൃതിയിലേക്ക് മടങ്ങാനായിട്ട് ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണാം അല്ലെ. അതിലെല്ലാം ഈ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ള വീഡിയോസ് നല്ലതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. കാര്യം ആൾക്കാർ ഇപ്പം എന്താ പറയുന്നത്, എന്റെ ഒരു അനന്തരവന് ഒരു സർജറി കഴിഞ്ഞു കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലിൽ ചെന്ന് സർജറി കഴിഞ്ഞിട്ട് കാര്യം ബുക്ക് ചെയ്തിട്ട് റൂം പോലും കിട്ടിയില്ല, വാർഡിലായിരുന്നു. അത്രയും ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് കൂടി അതിനൊരു റൂം കിട്ടിയില്ല. അവർ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ മുറിവ് കരയുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി ഹോസ്പിറ്റലിൽ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർക്ക് ഇങ്ങനെയൊന്നും ആ മുറിവിലേക്ക് നോക്കാൻ പോലും സമയമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്നിട്ടും ആ ആ ഡോക്ടർ കാര്യമായിട്ട് നോക്കുന്നുമില്ല. അതേ മരുന്ന് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞ് ആ നേഴ്സുമാരോട് പറഞ്ഞ് എഴുതി കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. ഇത്രയും പൈസയൊക്കെ മേടിച്ചു കഴിഞ്ഞും അവര് ഒന്ന് കിടത്താനായിട്ട്
ഒന്ന് കൂട്ടാക്കുന്നില്ല, അതുപോലെ തന്നെ ഒന്ന് പരിചരിക്കാനും കൂട്ടാക്കുന്നില്ല, പ്രൈവറ്റ് ആയിട്ട് കൂടെ കൂടി. നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിനെയൊക്കെ കുറ്റം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഇതിലും ഭേദമാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഇങ്ങനത്തെ അനുഭവങ്ങൾ. കാര്യം അത്രയ്ക്ക് ആളാണ് അവിടെ. അവിടെ അത് എന്തുകൊണ്ടാണ് വരുന്ന ആൾക്കാർക്കെല്ലാം ഈ ഇതേപോലെ അസുഖങ്ങൾ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാമല്ലേ എല്ലാവർക്കും എന്തുമാത്രം അസുഖങ്ങൾ ഉണ്ടെന്നല്ലേ. ഈ അസുഖങ്ങളൊക്കെ വരാൻ കാര്യം നമ്മളുടെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത്, അർജുന, വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിൽ ഉറക്കം. ഏറെ അത് ഉറങ്ങുന്നവർക്കും യോഗിയാകാൻ കഴിയില്ല എന്ന് ഭഗവാൻ ക്ലിയർ ആയിട്ട് പറയുകയാണ്. അതായത് നമുക്കറിയാം, ആം, 3 നേരം ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ എന്താണ് നമ്മൾ പറയുന്നത്? യോഗി എന്ന് പറയുന്നത്. യോഗി. യോഗികളൊക്കെ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെ? 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ യോഗി എന്നും, 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ ഭോഗി എന്നും, 3 യോഗി. നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ രോഗി എന്നും, രോഗി. 4 നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ ദ്രോഹി എന്നുമാണ് പറയുന്നത്. കൃഷ്ണ, 4 നേരം അത് ഞാനായിട്ട് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്ന ഈ 3 കേട്ടോ. ദ്രോഹി എന്നുള്ളത് ഞാനായിട്ട് ഇട്ടതാ കേട്ടോ. കൃഷ്ണ, നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ച് നോട്ടിട്ട് എഴുതിച്ചേക്കരുത്. ഇതാര് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. അപ്പൊ അങ്ങനെ ഈ നമുക്കറിയാം. അപ്പം ഈ 3 നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാർ രോഗാവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് തന്നെ മനസ്സിലാകും. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, അല്ലെ? ഭക്ഷണ നിയന്ത്രണം, അത് യോഗചര്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭക്ഷണ നിയന്ത്രണം. നമ്മളുടെ ജീവിതത്തിൽ ചിട്ടയായ ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കിയാൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു ശരീരത്തിനും മനസ്സിനും മാത്രമേ ഉള്ളൂ എന്താണ്, ഈ മെഡിറ്റേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഈ വലിച്ചു വാരി അതും ഇതൊക്കെ കഴിച്ച് വയറിൽ ഇങ്ങനെ ഗ്യാസും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്രാവശ്യം എന്താണ് ഉണ്ടായത്? ഈ ആന്റിബയോട്ടിക് കഴിച്ച് ഗ്യാസ് കയറി. ഞാൻ ഓർത്ത് എന്റെ ജീവൻ പോവായിരിക്കും, അല്ലെ? ജീവൻ പോവായിരിക്കും. എന്തായാലും മാതാജിയുടെ പ്രഭു ഇവിടെ ഉണ്ടായിരുന്നവരുടെ ഞാൻ ഓർത്ത് പരലോകത്തേക്ക് ഞാൻ പോയി യാത്ര തുടങ്ങിയെന്ന് വിചാരിച്ചു. അത്രമാത്രം എന്റെ ചങ്കും വയറും ഒക്കെ പൊട്ടിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. ഒരു ആന്റിബയോട്ടിക് കഴിക്കാൻ തുടങ്ങി. അപ്പൊ അതിന് ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കുണ്ടായി. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സംഭവമാണ് പറയുന്നത്, ഇന്ന് വെള്ളിയാഴ്ച ഇല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ വയറിൽ ഇങ്ങനെ അങ്ങ് കയറി ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തു ജീവനൊക്കെ പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, നമ്മൾ ഈ കൃഷ്ണാബോധമൊക്കെ പറയല്ലേ, ജീവൻ പോകാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സമയത്ത് നമുക്ക് ഭഗവാനെ വിളിക്കാൻ ഓർക്കില്ല എന്നുള്ളതാണ്. ഓർക്കില്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഈ വെറുതെ വന്ന് പ്രസംഗിക്കുന്ന, ഞാൻ ഒരു യോഗ്യതയില്ല നിങ്ങളോടൊന്നും പറയാനായിട്ട്. കാര്യം എനിക്ക് സ്വന്തമായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യം ഞാൻ നിങ്ങളോട് അടിച്ചേൽപ്പിക്കാനായിട്ട് ഒരിക്കലും തുനിയാനായിട്ടും പാടില്ല, അല്ല. എന്നാലും ഞാൻ ആചാര്യന്മാരെ പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് ആണ് ഞാൻ ഈ പറയുന്നതെന്നും. കാര്യം ഒട്ടും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം ഈ ഒരു സമയത്ത് എനിക്ക് ഒരു നേരം പോലും ഭഗവാനെ ഓർക്കാൻ പറ്റിയില്ല. അതായത് ഞാൻ ഓർത്ത് ജീവൻ പോകുന്നു. പിന്റു പ്രഭു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തുളസി സേവ ചെയ്യാറുണ്ട്, പുറത്തായിരുന്നു. എനിക്കൊന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ശബ്ദം ഉയർത്തി പ്രഭു ഓടിയെന്ന് വരൂ എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്താണ്, വയറൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവുക, ചങ്കിലേക്ക് ഇങ്ങനെ കയറുക, അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് ഞാൻ എന്ത് ചെയ്തു, മോനെ വിളിച്ചിട്ട് ഞാനിന്ന് യാത്ര പറഞ്ഞേക്കാൻ പോവല്ലേ, മോനോട് യാത്ര പറഞ്ഞേക്കാന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്. ഞാൻ ഫോൺ എടുത്തിട്ട് നേരെ വിളിച്ചപ്പോ മാതാജിയാണ് എടുത്തത്. അപ്പൊ മാതാജി പേടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ മോന്റെ അടുത്തേക്ക് കൊടുക്കാൻ പറഞ്ഞു. മോന്റെ അടുത്തേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് മോനോട് പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്നത് വെച്ചിട്ടുണ്ടാ എന്നൊക്കെ പറയാനായിട്ടൊക്കെ അവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാനിരുന്ന, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മാതാജിയിലേക്ക് കൊടുക്കാൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ അയ്മോദകം എവിടെയാണ് ഇരിക്കുന്നത്, എനിക്കൊന്ന് കഴിക്കാൻ. അങ്ങനെ അയ്മോദകം മാതാജി പറഞ്ഞു തന്നു, ഇന്ന വീഡിയോയിൽ കൂടെ കാണിച്ചു തന്നു, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് ഞാൻ അതെടുത്ത് അയ്മോദകം കുറച്ച് വായിൽ വിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ചു. ഈ സമയത്താണ് പിന്റു പ്രഭു കയറി വരുന്നത്. അപ്പൊ എന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ടാണ് വരുന്നത്. പിന്നെ പ്രഭു എന്നെ ഇരുന്ന് ഒരുപാട് എന്താ പറഞ്ഞ തലയിലൊക്കെ മസാജ് ഒക്കെ ചെയ്ത് ഈ ടൈഗർ ബാം ഒക്കെ ഇട്ട് പിന്നെ വയറെല്ലാം തിരുമ്മി അങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് എനിക്ക് കുറച്ചൊക്കെ അവിടുത്തെ ഒരു 4-5 ഡിവോട്ടീസ് ഇവിടുത്തെ ഖത്തറിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഡിവോട്ടീസ് ഒക്കെ ആ സമയത്ത് എങ്ങനെയോ പ്രത്യക്ഷപ്പെട്ട് അവതരിച്ചെന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് വന്നു. പിന്നെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവരുമായിട്ട് സംസാരിച്ചിരുന്ന് എങ്ങനെയോ അതിന്റെ ഒരു 50% മാറി കിട്ടി ആ ഒരു വിഷമത്തിന്റെ.
അത് കഴിഞ്ഞ് പിന്നെ അവര് മെഡിസിൻ ഒക്കെ ആയിട്ടാണ് വന്നത്. കുറച്ച് ഏലാദിയോ ആടലോടകോ എന്തൊക്കെ ആയിട്ടാണ് വന്നത് അവര്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് വന്നതല്ല, എങ്ങനെയാ ഭഗവാന്റെ ഇച്ഛ പോലെ. എന്നിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ നിർത്തിയേക്ക്, ഇത് കഴിച്ചോളാൻ പറഞ്ഞിട്ട് അവരെനിക്ക് അത് തന്നു. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ സംസാരിച്ചിട്ടാണ് പോയത്. അപ്പം ഇതാണ് നമ്മളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അത് നമ്മളുടെ ആ ഒരു ഭക്ഷണക്രമത്തിന്റെ നമ്മൾ എത്രയൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണത്തില് നമ്മൾ നേരെ നിയന്ത്രണം ഏർപ്പെടുത്താത്തതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ, ചില സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കാതിരിക്കാനും പറ്റില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ്. ഇപ്പൊ എനിക്ക് 2 തവണയായിട്ട് ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു മാസം തന്നെ ഞാൻ 4 ദിവസമാണ് ഓഫീസിൽ പോകാതിരുന്നത്. ഒഫീഷ്യലി 4 ദിവസം അവധി എടുത്തു. ഓരോ പ്രശ്നത്തില്ല, ഓരോ പ്രാവശ്യം ഇംഗ്ലീഷ് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ശബ്ദം പോയിട്ടാണ്. ശബ്ദം പോയതിന് മെഡിസിൻ 2 ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എന്താ പറ്റിയ ഗ്യാസ് കയറി ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്രാവശ്യം ഗ്യാസ് കയറി ഞാൻ എന്താണ് മരണാഭിപ്രായം എടുത്തു. ഞാൻ ഓർത്ത് പരലോകത്തേക്ക് എത്തി, അതായത് ഏതോ സ്ഥലത്തേക്ക് പോകുന്നു. ഗോലോകം ഒന്നും നമ്മൾ കാണില്ല ഒരിക്കലും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കീർത്തനീയ സദാഹരി എന്ന് പറയുന്നത്. ഏത് സമയത്തും ഭഗവാനെ വിളിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭഗവാന് കൃപ തോന്നും നമ്മൾ വിളിച്ചില്ലെങ്കിൽ. അല്ലെ നമ്മൾ ഗുരുവിനെ സ്വീകരിച്ചവരാണ്, ഗുരു ആ സമയത്ത് അവിടെ എത്തും. നമുക്ക് ഓർക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ഭൗതികമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വേദന സഹിക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാനെ ഓർക്കാൻ പറ്റുന്നവരെന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. നമുക്ക് ഭഗവാൻ പറയുന്ന ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവര. അവസാന സമയത്ത് നീ എന്നെ വിളിച്ചാൽ മാത്രമേ ഉള്ളൂ നിനക്ക് എന്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. നീ എന്നെ സ്മരിക്കുക, ഓർക്കുക, എങ്കിൽ മാത്രം നീ എന്റെ കൂടെ ജീവിക്കുമെന്ന് ഭഗവാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് ഒരിക്കലും തെറ്റിക്കില്ല. പക്ഷെ നമുക്ക് അത് അങ്ങനെ പറ്റുമോ ഇല്ലയോ? നമ്മൾ അതിനുള്ള പ്രാക്ടീസാണ് ആചാര്യന്മാരെ നമ്മളോട് ചെയ്തിരിക്കുന്നത് അല്ലെ. നാമജപം, ഹരിനാമജപത്തിലാണത് തുടങ്ങുന്നത് അല്ലെ. നമ്മൾ മാലയിൽ ഒക്കെ ജപിച്ചു തുടങ്ങുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, സത്സംഗത്തിൽ കയറുക, ഇതൊക്കെ അതിനുള്ള ഒരു പ്രാക്ടീസാണ് അല്ലെ. ഇതൊരു പ്രചോദനം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് മായയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. സത്സംഗത്തിൽ കയറുന്ന സമയത്ത് മാത്രം നമ്മൾ ഭഗവാനോട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് അത്രയും നേരം ആണെങ്കിൽ കൂടിയും നമുക്ക് എന്താണ് ആ ഒരു പ്രചോദനം കിട്ടുകയാണ് അല്ലെ ചെയ്യുന്നത്. സത്സംഗത്തിൽ കയറുമ്പോൾ ഒരു പ്രചോദനം കിട്ടുകയാണ്. നമ്മൾ ഭഗവാനെ പറ്റി ഓർക്കാനും നമുക്ക് കൂടുതൽ മുന്നോട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒക്കെ ശ്രദ്ധിക്കണം. നമ്മളുടെ ഈ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്? നമ്മളുടെ ആഹാരത്തെ. പിന്നെ അടുത്ത് എന്താണ്? നിദ്രയെ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഈ ആഹാരവും നിദ്രയുമാണ് നമ്മളുടെ പ്രധാനമായിട്ട് നമ്മൾ യോഗചര്യ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ യോഗിയാകാൻ ശ്രമിക്കുന്നവര് ഈ 2 കാര്യങ്ങളെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യണം. പിന്നെ എന്താണ് ആ ആഹാരം എങ്ങനത്തെ ആഹാരമായിരിക്കണം എന്നാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. കൃഷ്ണപ്രസാദമായിരിക്കണം എന്നാണ് ഇതിനകത്ത് കണ്ട ഭാവാർത്ഥത്തിൽ കണ്ട മെയിൻ പോയിന്റ്. കൃഷ്ണപ്രസാദമായിരിക്കണം. ഭഗവാന് നിവേദിക്കാതെ കഴിക്കുന്ന ഭക്ഷണം എന്താണ്? പാപമാണ് നമ്മൾ ഭുജിക്കുന്നത്. പാപത്തെയാണ് നമ്മൾ ഭുജിക്കുന്നത്. ഭഗവാന് നിവേദിക്കാതെ കഴിക്കുന്ന ഏതൊരു വസ്തു നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പാപത്തെയാണ് ഭുജിക്കുന്നത് അല്ലെ. കാര്യം നമുക്ക് കൃഷ്ണൻ ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതിന്റെ മുഴുവൻ ഉടമയാണ് കൃഷ്ണൻ അല്ലെ. ഈ സർവ പ്രപഞ്ചത്തിന്റെ ഉടമയാണ്. അതുപോലെ സർവ പദാർത്ഥങ്ങളും ആരാണ് സൃഷ്ടിച്ചത്? സർവ ജീവവസ്തുക്കളെയും ഭഗവാനാണ് സൃഷ്ടിച്ചത്. ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. കാര്യം രാധാറാണി ഭഗവാൻ എന്താണ് ഏത് സമയം ചപ്പൻ ഭോഗമാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കിയ വിഭവങ്ങൾ പിന്നീട് ഒരിക്കലും ഉണ്ടാക്കുകയില്ല. അങ്ങനെ രാധാറാണി ഭഗവാനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ ഭഗവാന് നമ്മൾ ഉണ്ടാക്കുന്ന ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. പക്ഷെ നമ്മൾ അതിലൂടെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ ആ ഭഗവാനെ നിവേദിക്കുന്നതിലൂടെ കൂടി നമ്മളുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ് അല്ലെ. നമ്മളുടെ ആ ഒരു ഭക്തി, ഭാവം, സ്നേഹം, വാത്സല്യം, ഇതിനെയാണ് ഭഗവാൻ ഭക്ഷിക്കുന്നത്. അല്ലാതെ ആ ഭക്ഷണത്തെ അല്ല, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തെ അല്ല. നമ്മൾ അതിൽ എത്ര മസാല ഇടുന്നതിന് വരെ അതിൽ എത്ര ഭക്തി അതിൻ്റെ അത് നിറച്ചിട്ടുണ്ട് അതാണ് കാണുന്നത്. മസാലയ്ക്ക് പകരം ഭക്തി നിറച്ചിരിക്കുന്നതാണ് ഭഗവാൻ ഭക്ഷിക്കുന്നത്. നമ്മൾ എത്ര സ്നേഹം അതിൽ കൊടുത്തു, എത്ര കരുതൽ കൊടുത്തു. നമ്മൾ അതുകൊണ്ടല്ല ഈ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടരുതെന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണ്? നമ്മൾ കൊടുക്കുന്ന ആള് സാധാരണക്കാരനല്ല അല്ലെ. പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനാണ് അല്ലെ. അദ്ദേഹത്തെ സാധാരണ വ്യക്തിയായിട്ട് കണ്ട് നമുക്കത് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഏത് ഭാവത്തിൽ എത്തണം? നമ്മൾ യശോദാമായുടെ അവരുടെയൊക്കെ ആ ഒരു ഭാവത്തിൽ എത്തിയാൽ മാത്രമേ ഭഗവാനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലെ. ഭഗവാൻ അങ്ങനെയുള്ളവരുടെ എച്ചിൽ വരെ എടുത്ത് കഴിക്കും അല്ലെ.
ശബരിമാതാവിന്റെ ഭാവത്തിലാണെങ്കിൽ ഭഗവാൻ അവരുടെ ആ ശബരിമാതാവ് എന്താണ് ചെയ്തത്? കടിച്ചിട്ടാണ് ആ പഴം കൊടുത്തത് ഭഗവാൻ, അല്ലെ? എച്ചിൽ വരെ കഴിച്ചു. മധുമംഗലിന്റെ അടുത്തുനിന്ന് ഭഗവാൻ എന്താണ് ആ ഗീറെടുത്ത് വായിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഭഗവാൻ ആ ഗീർ കഴിച്ചു, അല്ലെ? അപ്പൊ പരമഭക്തരുടെ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന് അത് പ്രശ്നമില്ല. നമ്മൾ ആ ലെവലിൽ ആകാത്തത് കൊണ്ടും നമ്മൾ അതിന് ക്വാളിഫൈഡ് അല്ലാത്തത് കൊണ്ടും നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ അതിന് നിവേദിക്കുമ്പോഴും എല്ലാം തന്നെ അതിന് പ്രത്യേക രീതിയിലുള്ള പാത്രങ്ങൾ ഒക്കെ വെച്ചിട്ട് അതുപോലെ ആ ഒരു ഭക്തിയോടും ഭാവത്തോടും കൂടി വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു ആ ഒരു ആത്മാവുണ്ടല്ലേ, എന്നാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, അല്ലെ? നമ്മൾ അബോധാവസ്ഥയിലാണെങ്കിലും ഈ ഭഗവാന് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഓരോന്നും തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് പ്രയോജനമായിട്ട് വരും. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്നത് എന്താണ്? ഭഗവാന് നിവേദ്യമൊക്കെ മെക്കാനിക്കലി ചെയ്യുന്നത്. നമ്മുടെ ശിക്ഷാഗുരുക്കന്മാരൊക്കെ നമ്മളെ നിർബന്ധിച്ചിട്ട് നമ്മൾ മെക്കാനിക്കലി ചെയ്യുന്നത്, അല്ലെ? ഒരു ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു രീതിയിൽ, അത് കഴിഞ്ഞിട്ട് നമുക്കത് നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു അഭ്യാസമായി തരും, അല്ലെ? ഒരു സ്ഥിരമായിട്ടൊരു റൊട്ടീനായി മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭഗവാനെ ഇപ്പൊ ഒരു നല്ല ഒരു വസ്ത്രം കണ്ടു, ഒരു സ്ഥലത്ത് ഒരു കടയിൽ കണ്ടു, അപ്പൊ ഇത് എന്റെ ഭഗവാന് തയ്പ്പിച്ച് എനിക്ക് ഇടണം. ഒരു നല്ല മാല കണ്ടു, അല്ലെ? നമ്മള് ജ്വല്ലറി കയറി ആ നല്ല മാല, ഇത് ഭഗവാൻ അണിയിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും, അല്ലെ? നമ്മൾ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം ഇതെന്റെ ഭഗവാന് കൊടുക്കണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറി ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും എന്നുള്ള രീതിയിൽ ഉണ്ടാക്കണം. അല്ലാതെ എനിക്കിന്ന് ഇതൊക്കെ മതി, എനിക്കിന്ന് ഗ്യാസ് ആണ്, അതുകൊണ്ട് ഞാനിന്ന് പരിപ്പ കടല അതൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ആ ഒരു രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും ഭഗവാന് നിവേദ്യം ഉണ്ടാക്കുമ്പോൾ, അല്ലെ? അത് കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പോകുമ്പോൾ തൊട്ട് വീട്ടിലത് അരിയുമ്പോഴും ഉണ്ടാക്കുമ്പോഴും നിവേദിക്കുമ്പോഴും എല്ലാം ആ ഭാവം ഇത് എന്റെ ഭഗവാൻ കഴിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസാദം കിട്ടുക എന്നുള്ള ആ ഒരു രീതിയിലാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ മെർസി കിട്ടുക എന്നുള്ള രീതിയിലായിരിക്കും ആണ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഇത് എനിക്ക് കഴിക്കാൻ ഞാൻ ഇന്നിതാ ഉണ്ടാക്കിയത്, വേറൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഇത് വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ള ഭാവത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കൃഷ്ണപ്രസാദത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃഷ്ണപ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവറാണ്, അതുപോലെ തന്നെ ഭഗവാൻ ഭക്ഷിച്ചതാണ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ഈ ആഹാരം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ അത് കൃഷ്ണപ്രസാദം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ അത് തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്, അല്ലെ? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി എന്ന് ഭഗവാൻ 9:26 പറയുന്നുണ്ട്, അല്ലെ? പത്രം ഇല, പുഷ്പം പൂക്കള്, പിന്നെ എന്താണ് ഫലം പഴങ്ങള്, തോയം വെള്ളം, ഇതിൽ ഏതെങ്കിലും നീ ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കും, എന്നിട്ട് അത് പ്രസാദമായിട്ട് തരുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അർജുനനോട്, അല്ലെ? പത്രം പുഷ്പം, പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്കറികള്, അല്ലെ? ഇലക്കറികള്. പുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ രൂപത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അല്ലെ? കാബേജ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള്. ഫലം എന്ന് പറഞ്ഞാൽ പഴങ്ങളാകാം. പിന്നെ അടുത്ത തോയം വെള്ളം. അപ്പൊ ഇതേ കാറ്റഗറിയിലുള്ള, അല്ലാതെ ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ചിക്കൻ മട്ടൺ ഫലം തോയെന്നൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്കറിയാം മാംസാഹാരം ഭഗവാന് നിവേദിക്കാനോ അത് കഴിക്കാനോ പറ്റില്ല. മാംസാഹാരം കഴിക്കുന്നവർ തമോ ഗുണികളാണെന്ന് ഈ ഒരു ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. നിങ്ങളുടെ ആ മാതാജിയുടെ പേരെന്താണ്? മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യുക്താഹാരവികാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. ഹരേ ശില കൃഷ്ണ. പ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ് ശില പ്രഭാത്. യുക്താഹാര വികാരസ്യ നിയന്ത്രിതമായ ആഹാര വികാരങ്ങളോട് കൂടിയവനായി, കർമ്മസു കർമ്മങ്ങളിൽ, യുക്തചേഷ്ടസ്യ യുക്തമായ ചേഷ്ടകളോട് കൂടിയവനായി, യുക്ത സ്വപ്നാവബോധസ്യ നിയന്ത്രിതമായ ഉറക്കവും ഉണർവും ഉള്ളവന്, യോഗം ദുഃഖ ദുഃഖനാശകരമായി ഭവതി ഭവിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കരി സേസി ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭാത്. ജയ് ശില പ്രഭാത്. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും. ഞാൻ ഭാവാർത്ഥ ശിവി മാതാജി. കൃഷ്ണ. ജയ് ശ്രീ പ്രഭാത്ക്ക്. ഭാവാർത്ഥം: ഭക്ഷണം, ഉറക്കം, പ്രതിരോധം, ലൈംഗിക വീഴ്ച എന്നീ ശാരീരിക ആവശ്യങ്ങൾ അമിതമായാൽ യോഗ പരിശീലന പുരോഗതിക്ക് വിഘ്നം ചെയ്യും. ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണപ്രസാദം മാത്രം ഭക്ഷിക്കുന്ന പതിവ് കൊണ്ടേ നിയന്ത്രണം സാധ്യമാവും. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പച്ചക്കറികൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ, ധാന്യങ്ങൾ, പാൽ മുതലായവ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ കൃഷ്ണാബോധമാർന്ന ഭക്തൻ മനുഷ്യഭോജ്യമല്ലാത്തതോ സാത്വിക ദ്രവ്യങ്ങളിൽ പെടാത്തതോ ആയ ആഹാരം ഉപയോഗിക്കാതിരിക്കുന്നതിനെ തനിയെ പരിശീലിക്കുന്നു. ഇനി ഉറക്കത്തിന്റെ കാര്യത്തിലാവട്ടെ, കൃഷ്ണാബോധ പ്രേരിതങ്ങളായ പ്രവൃത്തികൾ നിറവേറ്റുന്നതിൽ എപ്പോഴും ജാഗരൂകനായ അയാൾ അനാവശ്യമായി ഉറങ്ങുന്നത് വലിയൊരു സമയനഷ്ടമായിട്ടാണ് കരുതുക. അവ്യർത്ഥ കാലത്വം തന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം പോലും ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നത് ഭക്തന് ദുസ്സഹമത്രേ. അതുകൊണ്ട് അയാൾ ഉറക്കം ആവുന്നത്ര കുറക്കും. ഇതിന് മാതൃകയാണ് ശ്രീല രൂപ ഗോസ്വാമി. അദ്ദേഹം ദിവസത്തിൽ 2 മണിക്കൂറിലധികം ഉറങ്ങാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതും കൂടി ഒഴിവാക്കി കൃഷ്ണനെ സേവിക്കുന്നതിൽ മുഴുകി ആനന്ദിക്കും. ഹരിദാസ് ഠാക്കൂർ ആകട്ടെ തന്റെ ജപമാലയിൽ 3 ലക്ഷം തവണ കൃഷ്ണനാമം ഉച്ചരിച്ച ശേഷമേ ഓരോ ദിവസവും പ്രസാദം സ്വീകരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാറുള്ളൂ. പ്രവൃത്തിയെ സംബന്ധിച്ചു നോക്കിയാൽ കൃഷ്ണാബോധമാർന്ന ഒരാൾ കൃഷ്ണന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികൾ മാത്രമാണ് ഏർപ്പെടുക. അതുകൊണ്ട് ആ പ്രവൃത്തി നിയന്ത്രിതവും ഇന്ദ്രിയേച്ഛയുടെ മാലിന്യം തീണ്ടാത്തതുമായിരിക്കും. ഇന്ദ്രിയ സന്ദർപ്പണത്തിന്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഭൗതിക വിശ്രമവും ആവശ്യമാകുന്നില്ല. വാക്കിലും കർമ്മത്തിലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ശാരീരികമായ ഏത് പ്രവർത്തനത്തിലും നിയന്ത്രണം പാലിക്കുന്നതിനാൽ അയാൾക്ക് ഭൗതിക ദുഃഖങ്ങളില്ല തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഈ യുക്താഹാര വികാരസ്യ എന്ന് പറഞ്ഞ ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പൊ ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും. അപ്പൊ നമ്മളുടെ ദുഃഖങ്ങളൊക്കെ ഏതുകൊണ്ടാണ് വരുന്നത് അല്ലെ? പ്രധാനമായിട്ടും നമുക്ക് എന്താണ് ഈ രോഗങ്ങൾ കൊണ്ടാണ് ഈ പ്രധാനമായിട്ട് ദുഃഖം വരുന്നത് അല്ലെ? രോഗം വരിക എന്നുള്ളത് വളരെ ദുഃഖാവസ്ഥയാണ് അല്ലെ? ചിലർക്കൊക്കെ അറിയാം, ഒരു പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് അസുഖം കൂടിയാണ്, ആരും നോക്കാനും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് നമ്മുടെ കയ്യിൽ പണമില്ല, അതുപോലെ തന്നെ നമുക്ക് പണമുള്ളവർക്കാണ് ആരെങ്കിലും വെച്ച് നോക്കുക അല്ലെ? പണവും ഇല്ല, സ്വത്തും നമ്മൾ മക്കളുടെ പേരിൽ എഴുതിയും വെച്ചു. അത് കഴിഞ്ഞിട്ട് രോഗാവസ്ഥയാണ്, ആരും നോക്കാനില്ലാത്ത അവസ്ഥ. അങ്ങനത്തെ എത്രയോ പേരെ നമ്മൾ ഓരോ ദിവസങ്ങളിൽ പല സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ഒന്നുകിൽ നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുമ്പം കാണാം, അല്ലെ ഗുരുവായൂർ ഒക്കെ കൊണ്ട് അനാഥാലയത്തിലൊക്കെ നടതള്ളിയ രക്ഷിതാക്കളെ കാണാം. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ കാണാം അല്ലെ? ഇവരെല്ലാവരും എന്താണ് രോഗപീഠകളാലാണ് കൂടുതലും വിഷമിക്കുന്നത് അല്ലെ? രോഗപീഠകൾ വരുമ്പോൾ നമുക്ക് നോക്കാനായിട്ടും പരിചരിക്കാനും ആളും കൂടി ഇല്ലാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിയന്ത്രണം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ കൂടി ഇനിയെങ്കിലും നമ്മൾ ആഹാരത്തിൽ നിയന്ത്രണം പാലിക്കണം. അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്കറിയാം രോഗാവസ്ഥയാണ് എന്ന് പറയുന്നു അല്ലെ? നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണ്, ഈ ഭക്ഷണം 3 നേരം മൂക്കറ്റം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ആരോഗ്യമുള്ളൂ. അതൊക്കെ എന്താണ് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ
ശ്രീല ഹരിദാസ് ഠാക്കൂറ. ഹരിദാസ് ഠാക്കൂർ എന്ന് പറഞ്ഞാൽ 3 ലക്ഷം ഹരിനാമം ഒരു ദിവസം ജപിക്കുന്ന വ്യക്തിയാണ്. ഒരു 550 വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സത്യയുഗത്തിൽ ഒന്നുള്ള ആളല്ല, അല്ലെ? 3 ലക്ഷം ഹരിനാമം ഒരു ദിവസം ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം എന്തെങ്കിലും പ്രസാദം സ്വീകരിക്കുകയുള്ളൂ, ഉറങ്ങുകയുള്ളൂ, അല്ലെ? അപ്പൊ ഉറങ്ങുക എന്ന് പറയുന്നത് അദ്ദേഹം ഉറങ്ങാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളല്ല, അല്ലെ? ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ ഉറക്കം എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ഇത്. അത് അന്ന് വെച്ചാൽ നമുക്കറിയാം ശ്രീല ഹരിദാസ് ഠാക്കൂർ ആകാൻ സാധ്യമല്ല, എന്നാലും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രൂപ ഗോസ്വാമിയൊക്കെ 2 മണിക്കൂർ, ശ്രീല പ്രഭുപാദര് 2 മണിക്കൂറൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഈ ഭഗവത്ഗീത ഭാഗവതമൊക്കെ ഈ തർജ്ജമ എഴുതുന്ന സമയത്ത് അദ്ദേഹം എന്താണ് വെറും 2 മണിക്കൂറാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ബാക്കി സമയം മുഴുവൻ ഇത് ടൈപ്പ് റൈറ്ററില് ഒരാൾ കയറി ഇരുന്നാൽ പോലും അനങ്ങലാത്ത അതുപോലത്തെ ടൈപ്പ് റൈറ്റർ ആണ് അന്നത്തെ കാലത്ത്. ഇദ്ദേഹം 10-70 വയസ്സായ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെ? ഇന്നത്തെ കമ്പ്യൂട്ടറൊക്കെ എത്ര സോഫ്റ്റ് ആണ്, എല്ലാ കീബോർഡിലൊക്കെ അടിച്ചു പോകാൻ. അന്നത്തെ ടൈപ്പ് റൈറ്ററൊക്കെ പഴയതൊക്കെ നിങ്ങൾ കണ്ടു. ഒരാൾ അതിന് മേളിൽ കയറിയിരുന്ന പോലും അതിന്റെ കട്ടകളൊന്നും പിടിക്കത്തില്ല. അങ്ങനത്തെ ടൈപ്പ് റൈറ്ററൊക്കെ ഉള്ള സമയത്താണ് ഇദ്ദേഹം അത് സ്വന്തമായിട്ടിരുന്ന് ടൈപ്പ് ചെയ്ത് ഇതിന്റെയൊക്കെ ഭാവാർത്ഥത. എത്ര പുസ്തകങ്ങൾ റെഫർ ചെയ്യണം. ഇന്നത്തെ പോലെ ഗൂഗിളിനോട് ചോദിക്കാൻ എന്തൊക്കെ പറ്റുമോ? ഗൂഗിള് ഒന്നും ഇല്ലല്ലോ, അല്ലെ? കമ്പ്യൂട്ടറില്ല, ഒന്നുമില്ല. അപ്പൊ ഇത് മുഴുവൻ അത്രയും പത്മപുരാണം, അതുപോലെ തന്നെ ഈ 18 പുരാണങ്ങള്, വേദങ്ങള്, ഉപനിഷത്തുക്കള്, അതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ഭാഷ എഴുതിയിരിക്കുന്നത്, അല്ലെ? ഓരോന്നിനും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു അഭിപ്രായങ്ങളും ഇതിനകത്ത് പറയുന്നില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോന്നും അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? നമ്മുടെ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമാണ് പറഞ്ഞിട്ട്. അവിടെ ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ നമ്മളുടെ ആചാര്യന്മാരെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അവരൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ആഹാരവും നിദ്രയും ഒക്കെ നിയന്ത്രിച്ച് അവരെങ്ങനെ ആ യോഗചര്യ അനുഷ്ഠിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അനുഷ്ഠിക്കുന്നവർക്ക് സർവ്വ ദുഃഖങ്ങളും, പ്രധാനപ്പെട്ട ആ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എന്താണ്? ആ ഒരു ഭയമാണ് എല്ലാവർക്കും, അല്ലെ? ഇനി എന്താണ് എന്നുള്ള ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ മരണഭയമാണ്, അല്ലെ? നമുക്ക് ഓരോ കാര്യത്തിനും ഭയമാണ്, അല്ലെ? ഇനി എന്ത് ചെയ്യും, എന്താണ് ഇനി അടുത്തത്, ഇനി എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്താകും. അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും എന്റെ മോൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ, അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇതുപോലത്തെ ഒരു അസുഖം വന്നു, ഇനി അതും കൊണ്ട് ഞാൻ ഇനി പോകുമോ, അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താവും, മറ്റുള്ളവരുടെ, ഇങ്ങനെ പല 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 ഭയങ്ങളും ആദികളുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്, അല്ലെ? അപ്പൊ ഈ ഭയം എന്ന് പറയുന്നത് ആ ഒരു എന്ന് പറഞ്ഞ ഒരു നമ്മളുടെ കാര്യങ്ങളെല്ലാം, ഭക്തിയുത സേവനത്തിനെയൊക്കെ തന്നെ തകിടം മറിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ? ഈ ഭയം അല്ലെങ്കിൽ ആദി. അപ്പൊ നമ്മള് ഈ ഭയത്തിനെ മാറ്റിയിട്ട് നമ്മൾ ആ ഭഗവാനിലേക്ക് ആ ഒരു സറണ്ടർ കൊടുക്കുക, അല്ലെ? നമ്മളെ എല്ലാത്തിനും രക്ഷിക്കാൻ നമ്മുടെ ഒരു നാഥനുണ്ട്. നമ്മുടെ ആ ഒരു ശരണാഗതി ഭഗവാനിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നിർഭയനായിട്ട് ഇരിക്കാൻ പറ്റും ഏത് സമയവും, അല്ലെ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു നാഥനുണ്ട്. ഇത്രയും നാള് നമ്മൾ എന്താണ്? തെരുവുനായി ആയിരുന്നു, അല്ലെ? ആരും എടുത്ത് കല്ലെറിയും, അല്ലെ? വഴിയെ പോകുന്നവരൊക്കെ കല്ലെറിയും, അല്ലെ? തെരുവുനായി. നമ്മള് ഇവിടെ ബെൽറ്റ് ഇട്ടിട്ട്, ഇവിടെ ഒരു ബെൽറ്റ്, എത്ര പേർക്കുണ്ട് ബെൽറ്റ് ഇവിടെ? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഈ ബെൽറ്റ് ഉള്ളവർ എത്ര പേരുണ്ട്? മാതാജിക്കുണ്ട്. അപ്പൊ ഈ ബെൽറ്റ് ഉള്ളവർക്കാണെങ്കിൽ എന്താണ്? ആ നായ്ക്ക് എന്താണ്? ഉടമസ്ഥനുള്ള നായാണെന്ന് അറിയാം, അല്ലെ? നമ്മൾ പുറത്തൂടെയൊക്കെ ഒരു നായ അല്ലെങ്കിൽ പട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ ഇതിനൊരു ഉടമ ഉണ്ടെന്ന് മനസ്സിലാകും, അല്ലെ? അപ്പൊ ആ ഉടമയുള്ള ആ നായയെ നമ്മളൊന്ന് ആക്രമിക്കാണ്ട് പേടിക്കും. കാര്യം അവനൊരു ഉടമസ്ഥനുണ്ട്, ചോദ്യം ചെയ്യാൻ ആളുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഭയം എന്താണ് നമ്മൾ മാറ്റണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഭയങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾക്കൊരു ഉടമസ്ഥനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉടമസ്ഥൻ ഇത് നോക്കിക്കോളും നമ്മളുടെ പ്രശ്നങ്ങളെയൊക്കെ എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആ ഉടമയിൽ, അല്ലെങ്കിൽ നമ്മുടെ യജമാനിൽ നമ്മൾ സറണ്ടർ ചെയ്യുക, അല്ലെ? ആ ഒരു പട്ടി എത്ര പ്രൊട്ടക്റ്റഡ് ആണ് ആ ഒരു യജമാനന്റെ അടുക്കൽ, ആ ഒരു നായ എത്ര സംരക്ഷിതനാണ്, യാതൊരു പേടിയില്ലാതെ നടക്കുന്നുണ്ട്. കാര്യം എന്താണ്? എനിക്കൊരു ബെൽറ്റ് ഉണ്ട്, എനിക്കൊരു യജമാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴുത്തിൽ നമ്മൾ കണ്ടിമാലയിട്ട് നമ്മൾ ഒരു ഗുരുവിന്റെ പ്രൊട്ടക്ഷനിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ആ ഗുരു നമ്മളെ രക്ഷിച്ചോളും
എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. പേമാരി വരട്ടെ, സുനാമി വരട്ടെ, അതുപോലെ മണ്ണിടിഞ്ഞ് ഉള്ള ദുരന്തങ്ങള്, പ്ലെയിൻ ക്രാഷ്, അങ്ങനെ എന്തും ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ നമ്മളെ എന്താണ് യജമാനൻ ആയിട്ടുള്ള ഗുരു അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും തന്നെ നമ്മളെ ബോധർ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ യുക്താഹാരം, അതുപോലെ നമ്മുടെ യോഗ പരിശീലനത്തിന് നമ്മൾ ഇതുപോലെ തന്നെ ആഹാരവും, അതുപോലെ മൈഥുനവും, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിദ്ര, ഇതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എല്ലാ ദുഃഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വ്യക്തമാണ്. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകം. യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്തൈത്യുച്യതേ തദാ. യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്തൈത്യുച്യതേ തദാ. യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്തൈത്യുച്യതേ തദാ. ഹരേ കൃഷ്ണ. നമുക്ക് സുജന മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കുക. മാതാജിന്റെ മൈക്ക് ഓൺ ആക്കിയോ. രതിദേവ് മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യഥാ വിനീതം ചിത്തമാത്മേനവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമഭ്യോ യുക്തൈത്യുച്യതേ തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിബി മാതാജി. ഹരേ കൃഷ്ണ. യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. ഹരേ കൃഷ്ണ. സുജന മാതാജി. യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്തൈത്യുച്യതേ തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയുടെ പദാനുപത തർജ്ജമ. ജയ് ശിലപ്രഭാത്. യഥാ എപ്പോൾ ചിത്തം, മനസ്സും അതിന്റെ പ്രവർത്തനങ്ങളും വിനിയതം നിയന്ത്രിതമായിട്ട് ആത്മനി ഏവ ആത്മാവിൽ തന്നെ ആവതിഷ്ഠതയെ സ്ഥിതി ചെയ്യുന്നു. സർവകാമേഭ്യ സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹനായി അവൻ തഥാ അപ്പോൾ യുക്തൻ എന്ന് ഉച്യതേ പറയപ്പെടുന്നു. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കര ശേഷി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു. അതിന് ഭാവാർത്ഥം അപർണ മാതാജി. ഹരേ കൃഷ്ണ. ഒരു യോഗിയുടെ പ്രവർത്തനങ്ങൾക്ക് മറ്റു മനുഷ്യരുടെ ചെയ്തികളുമായുള്ള വ്യത്യാസം അവയെ യാതൊരു ഭൗതികാഭിലാഷവും ലൈംഗികാസക്തി വിശേഷിച്ചും തീണ്ടാറില്ലെന്നതാണ്. ഭൗതികാഗ്രഹങ്ങൾക്കൊന്നിനും ശല്യപ്പെടുത്താനാവാത്ത വിധം സുനിയന്ത്രിതങ്ങളായിരിക്കും ഒരു തികഞ്ഞ യോഗിയുടെ മാനസിക വൃത്തികൾ. ഈ പരിപൂർണാവസ്ഥയിൽ കൃഷ്ണാവബോധമുള്ളവർക്ക് സ്വാഭാവികമായി തന്നെ എത്തിച്ചേരാം. ഭാഗവതത്തിൽ 9:4-18 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇത് പറയുന്നുണ്ട്. തവൈ മനഃ കൃഷ്ണപാദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ ഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകരാച്യുത സത്കഥോ ദയേ മുകുന്ദാലിംഗലയ ദർശനെ ദൃശ്യോ തദ്വൃത്യ ഗാത്രസ്പർശേ സംഗമം പ്രാണം തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാ രസനാം തദർപ്പിതേ പാദോ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഋഷികേശ പാദാഭിവന്ദനെ കാമം ച ദാസ്യേനതു കാമകാമ്യയാ
യഥോത്തമ ശ്ലോക ജനാശ്രയ രതി. അംബരീഷ മഹാരാജാവ് ആദ്യമായി തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. പിന്നെ അവിടുത്തെ ദിവ്യഗുണങ്ങളെ പുകഴ്ത്താനായി തന്റെ വാക്കുകളും ഭഗവത് ക്ഷേത്ര ശുചീകരണത്തിനായി കൈകളും ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ കർണങ്ങൾ കൃഷ്ണ ഭഗവാന്റെ കഥാശ്രവണത്തിലും കണ്ണുകൾ ദിവ്യമായ ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്നതിലും ശരീരം ഭക്തന്മാരെ സ്പർശിക്കുന്നതിലും ഏർപ്പെട്ടു. പ്രാണേന്ദ്രിയം ഭഗവാൻ അർപ്പിച്ച താമരപ്പൂക്കളുടെ സൗരഭ്യത്തിലും നാവ് തൃക്കാലിൽ അർപ്പിക്കപ്പെട്ട തുളസീദളങ്ങളുടെ ആസ്വാദനത്തിലും മുഴുകി. ആ രാജാവിന്റെ കാലുകൾ ഭഗവത് ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയിലും ശിരസ് തിരുമുമ്പിൽ പ്രണമിക്കുന്നതിലും അഭിലാഷങ്ങൾ അവിടുത്തെ ആജ്ഞകൾ നിറവേറ്റുന്നതിലും തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു തികഞ്ഞ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഈ അഭൗതിക പ്രവൃത്തികളെല്ലാം. ഇങ്ങനെ ഒരു അതീന്ദ്രിയാവസ്ഥ സ്വാനുഭവത്തിലൂടെ തെളിയിക്കാൻ വ്യക്തിഗത ബ്രഹ്മോപവാസകർക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷെ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് അനായാസം അത് സാധിക്കുമെന്നാണ് അംബരീഷ മഹാരാജാവിന്റെ ജീവിതചര്യയെക്കുറിച്ചുള്ള ഈ വിവരണം സ്പഷ്ടമാക്കുന്നു. നിരന്തര സ്മൃതി കൊണ്ട് മനസ്സ് ഭഗവത് പാതാരവിന്ദങ്ങളിൽ ഉറച്ചു കഴിഞ്ഞവർക്ക് അത്തരം അതീന്ദ്രിയ സ്ഥിതി പുലർത്താനാവും. ഭക്തിഭരിതമായ പ്രവർത്തനങ്ങളിൽ മേൽപ്പറഞ്ഞ പ്രക്രിയകളെ അർച്ചന, സർവേന്ദ്രിയങ്ങളും സേവനത്തിനായി ഉപയോഗിക്കും എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും സ്വപ്രവർത്തികളിൽ വ്യാപൃതമാക്കാൻ ശ്രമിക്കും. വെറും പരിത്യാഗം പ്രായോഗികമല്ല. അതിനാൽ സാമാന്യ ജനങ്ങൾക്ക്, വിശേഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കാത്തവർക്ക്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മുൻ പറഞ്ഞതുപോലുള്ള അതീന്ദ്രിയ വൃത്തികളിൽ വ്യാപരിപ്പിക്കുന്നത് പൂർണ്ണമായ ആധ്യാത്മിക നേട്ടത്തിനുള്ള പ്രക്രിയയാണ്. ഇതിനെ ഭഗവത്ഗീത യുക്തം എന്ന് വിശേഷിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പം നമ്മള് ഇവിടെ കണ്ടത് യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതിക ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തൻ എന്ന് പറയപ്പെടുന്നു. അപ്പം യുക്ത എന്ന് പറഞ്ഞതിന്റെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യോഗത്തോട് കൂടി എന്നുള്ള ആ ഒരു അർത്ഥമാണ്. ഇവിടെ അത് വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഉദാഹരണവും പറഞ്ഞിരിക്കുന്നു. ആരാണ് അങ്ങനെ യോഗയുക്തനായിട്ടുള്ള ഒരാളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? അംബരീഷ് മഹാരാജാവ് അല്ലെ. നമ്മൾ നവവിധ ഭക്തിയെ പറ്റി കേട്ടിട്ടുണ്ട്. 9 തരത്തിലുള്ള ഭക്തി അല്ലെ. 9 ടൈപ്സ് ഓഫ് ഡിവോഷണൽ പ്രോസസ്. അപ്പൊ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചന, വന്ദനം, സാഖ്യം, ദാസ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞ് നമ്മൾ 9 തരത്തിലുള്ള ആ ഒരു ഭക്തിയുത സേവനം. അതിന് ഓരോരുത്തർക്കും ഓരോ എക്സാമ്പിളും ഉണ്ടെന്നല്ലേ നമ്മുടെ പുരാണങ്ങളിൽ നിന്ന്, നമ്മളുടെ ആ ഒരു ആധ്യാത്മിക ശാസ്ത്രത്തിൽ നിന്ന് ഓരോരുത്തർക്കും ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അതിൽ ഈ 9 ഒരേപോലെ ഒരാൾക്ക് ഉള്ളത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അംബരീഷ് മഹാരാജാവാണ് അല്ലെ. അപ്പൊ ആ അംബരീഷ് മഹാരാജാവിന്റെ ഈ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. സവൈമന കൃഷ്ണ പാതാരവിന്ദ്യോർ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിര മാർജനാദിഷു ശ്രുതിം ചകരാച്യുത സ്ഥഗതോ ദയേ മുകുന്ദ ലിംഗാലയ ദർശനേദൃശോ തത്പ്രത്യാഗ്ര സ്പർശനേംഗ സംഗമം ഘ്രാണം തത്പാദ സരോജ സൗരഭേ മഞ്ജുളസ്യ രസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്രപാദാനു സർപ്പണേ ശിരോ ഋഷികേശ പാദാഭിവന്ദനേ കാമം ച ദാസ്യേ നതു കാമകാമ്യായ യഥാത്മശ്ലോക ജനാശ്രയാരതി. അതായത് നമുക്കറിയാം നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കും. നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അല്ലെ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് 6 ഇന്ദ്രിയങ്ങളുണ്ടല്ലേ. 6 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, പിന്നെന്താണ് മനസ്സ് അല്ലെ. അങ്ങനെ 6 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 6 ഇന്ദ്രിയങ്ങളെ നമ്മള് കണ്ണുകൊണ്ട് എന്താണ് നമുക്ക് വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ കാണും അല്ലെ. പക്ഷെ ഭഗവാന്റെ അർച്ചവിഗ്രഹം കാണാനായിട്ട് നമ്മൾ എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? നമ്മളൊരു കാഴ്ച കാണുവാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അർച്ചവിഗ്രഹം കാണാനായിട്ട് നമുക്ക് ആഗ്രഹം എത്ര പേർക്ക് തോന്നാറുണ്ട്?
വളരെ കുറച്ച് പേർക്കേ തോന്നാറുള്ളൂ അല്ലെ? കാര്യം നമ്മൾ ഭൗതികമായ മായയിലാണ് ജീവിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ കേൾക്കുന്നത് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കാനുണ്ട്. നമുക്ക് ആരുടെയെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ഒന്നുകൂടെ ഒക്കെ ഇഷ്ടമാണ് അല്ലെ, താല്പര്യം കേൾക്കാനായിട്ട് അല്ലെ. സാധാരണ ഇതിൽ നമ്മൾ ഈ ചുറ്റോട് ചുറ്റും കിടക്കുക രാഷ്ട്രീയമായിട്ടുള്ള ഇത് മറ്റൊരാളെ അപഹസിക്കുന്നതും പരദൂഷണം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ ചെവി കൊണ്ട് കേൾക്കുന്നത് അല്ലെ. പക്ഷെ ഈ ചെവി കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ഉപയോഗിക്കാം, ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി ശ്രമിക്കാനായിട്ട് ഉപയോഗിക്കാം അല്ലെ. പിന്നെ അടുത്തെന്താണ് നമ്മുടെ നാവ് കൊണ്ട്. നാവാണ് ഏറ്റവും അപകടകാരി, ഏറ്റവും വലിയ ആയുധം. സാധാരണയിൽ നമ്മൾ ഈ കാണുന്ന ഭൗതികതയിൽ കാണുന്ന ആയുധങ്ങൾക്കൊന്നും യാതൊരു മൂർച്ചയില്ല. നാവിന്റെ അത്രയും മൂർച്ച ഉള്ള ഒരു ആയുധം വേറെ ഇല്ല ഈ പ്രപഞ്ചത്തില് അല്ലെ. നമ്മൾ നാവ് കൊണ്ട് നമ്മൾ ഒരാളെ അപഹസിക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദോഷം ചെയ്യുകയോ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ആയുധം എടുത്ത് മുറിക്കുന്നതിനേക്കാളും വേദനയായിരിക്കും അയാളുടെ ഹൃദയത്തിൽ അത് ഉണ്ടാക്കുന്നത് അല്ലെ. ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരാളെ നാവ് കൊണ്ട് നമ്മൾ ഒരു ഇത് പറഞ്ഞെങ്കിൽ, അതായത് പോയ വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാളെ അപഹസിക്കുക അല്ലെങ്കിൽ കളിയാക്കുക അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത ഒരാളെ പറ്റി പറയുക, ആ ആൾക്ക് ഉണ്ടാകുന്ന ആഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അല്ലെ. ഒരു ആയുധം എടുത്ത് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മൾ തുന്നിക്കെട്ടിയാലോ അല്ലെങ്കിൽ ചികിത്സിച്ചു കഴിഞ്ഞാലോ മാറും. ആ മുറിവ് കരിഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അല്ലെ. പക്ഷെ നമ്മുടെ ഹൃദയത്തിനേക്കുന്ന ആഘാതം ഒരിക്കലും അത് കരിയില്ല, ഉണങ്ങാതെ ഇരിക്കും അല്ലെ. അപ്പൊ ഇതേ നാവ് കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്താണ്? ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ വേണ്ടിയിട്ടും ഭഗവാന് നിവേദിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളായ കൈകാലുകൾ കൊണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാലുകൾ കൊണ്ട് ഭഗവാന്റെ അച്യുത ക്ഷേത്രങ്ങള് തേടി പോകണം, അച്യുത ക്ഷേത്രങ്ങൾ തേടി നടക്കാനും കൈ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യാനും ഭഗവാന് മാലകൾ കെട്ടാനും ഒക്കെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ത്വക്ക് അല്ലെ. ത്വക്ക് കൊണ്ട് എന്താണ്, നമ്മൾ എന്താണ് കുട്ടിയൊക്കെ ഇട്ടിട്ട് നല്ല മിനിക്ക് വെക്കുന്ന ത്വക്ക് കൊണ്ട് നമ്മൾ എന്താണ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലുള്ള തുളസി എടുത്ത് ധരിക്കുക അല്ലെങ്കിൽ ഗോപീചന്ദനം ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ത്വക്ക് ഉപയോഗിക്കാം. അതുപോലെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സിനെ ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി സ്മരിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ 6 ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങളെയും ഉപയോഗിച്ചു കഴിഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് എന്താണ്, അംബരീഷ് മഹാരാജാവിന്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി അല്ലെ. അംബരീഷ് മഹാരാജാവ് ആദ്യമായി തന്നെ തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ഉറപ്പിച്ചു. പിന്നെ അവിടുത്തെ ദിവ്യ ഗുണങ്ങളെ പുകഴ്ത്താനായി തന്റെ വാക്കുകളും ഭഗവത് ക്ഷേത്ര ശുചീകരണത്തിനായി കൈകളും ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ കർണങ്ങൾ കൃഷ്ണ ഭഗവാന്റെ കഥാശ്രവണത്തിലും കണ്ണുകൾ ദിവ്യമായ ഭഗവത് രൂപം ദർശിക്കുന്നതിലും ശരീരം ഭക്തന്മാരെ സ്പർശിക്കുന്നതിലും ഏർപ്പെട്ടു. ഘ്രാണേന്ദ്രിയം ഭഗവാൻ അർപ്പിച്ച താമരപ്പൂക്കളുടെ മൂക്കുകൊണ്ടെന്നാണ് ഭഗവാൻ അർപ്പിച്ച പുഷ്പങ്ങൾ മണക്കാൻ വേണ്ടിയിട്ട്. സൗരഭത്തിൽ നാക്ക് തൃക്കാൽക്കൽ അർപ്പിക്കപ്പെട്ട തുളസീദളങ്ങളുടെ ആസ്വാദനത്തിലും മുഴുകി. ആ രാജാവിന്റെ കാലുകൾ ഭഗവത് ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയിലും ശിരസ് തിരുമുമ്പിൽ പ്രണമിക്കുന്നതിലും അഭിലാഷങ്ങൾ അവിടുത്തെ ആജ്ഞകൾ നിറവേറ്റുന്നതിലും തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു തികഞ്ഞ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഈ അഭൗതികമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ. അതായത് ഋഷികേശ സേവനം ഭക്തിരുച്ചതേ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നു അല്ലെ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാനെ നമ്മൾ തൃപ്തിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്? കറണ്ട് പോയോ നാട്ടില്? എപ്പോഴും പോവല്ലോ. അതെ അല്ലെ. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ആ ഋഷികേശനെ സംതൃപ്തിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അംബരീഷ് മഹാരാജാവ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ഇന്ദ്രിയങ്ങളിലെ ഭഗവാന്റെ കാര്യങ്ങളിലായിട്ട് വ്യാപരിക്കുക. അപ്പൊ നമ്മൾ ഓർക്കും കലിയുഗത്തിൽ ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് ചോദ്യം വരും അല്ലെ. നമ്മള് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും കലിയുഗത്തിൽ നമ്മൾ ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാം, വീട്ടിൽ പാചകം ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പാചകം ചെയ്യാൻ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ ഭഗവാനെ കൂടെ സ്മരിച്ചാൽ മതി. ഓരോന്ന് ചെയ്യുന്നതും കൃഷ്ണാർപ്പണമായിട്ട് ചെയ്താൽ മതി. ഇതൊന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് സദാ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന അതേ ഏതൊക്കെ ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ പിന്നെ ഒരാളെ കുറ്റം പറയുമ്പോൾ ഭഗവാന്റെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതായത് അവിടെ ഭഗവാനെ ചേർക്കരുത്. നമ്മൾ കാര്യം എന്താണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, നമ്മൾ വീട്ടിൽ കുട്ടികളുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു,
എല്ലാം അവിടെ ഭഗവാൻ എന്ന് പറഞ്ഞ എലമെന്റ് കൊണ്ടുവന്നാൽ മതി, അവിടെ കൃഷ്ണാർപ്പണമായിട്ട് ചെയ്താൽ മതി എല്ലാം. അപ്പൊ ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊള്ളും അല്ലെ. കൃഷ്ണാർപ്പണമായി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനാണ് അതിന്റെ ഉത്തരവാദിത്വം അല്ലെ. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ഏത് പ്രതിപ്രവർത്തനങ്ങളിലും ഉത്തരവാദി ഭഗവാനാണ് അല്ലെ. നമ്മൾ ആ ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഏതൊരു കർമ്മത്തിനും പ്രതിപ്രവർത്തനം ഉണ്ടാകും അല്ലെ. അതാണ് കർമ്മ ലോ ഓഫ് കർമ്മയുടെ പ്രത്യേകത. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്ത് പ്രവൃത്തി ചെയ്താലും, നല്ലത് ചെയ്താലും മോശം ചെയ്താലും എല്ലാത്തിനും അതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാകും, വിപരീത പ്രവർത്തനം ഉണ്ടാകും അല്ലെ. അപ്പൊ നമ്മളിത് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്ക് ഒരു ഫലം, തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടാകുമോ? ഇല്ല അല്ലെ. ഭഗവാൻ അതെല്ലാം ഏറ്റെടുക്കുന്നു. അത് കാര്യം ഭഗവാന് സമർപ്പിച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരവാദി അല്ലേ, ഭഗവാനാണ് ഉത്തരവാദി അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ അതിന്റെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന്, ആ കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷ നേടിത്തരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, നമ്മളുടെ നിദ്ര നമ്മൾ നിയന്ത്രിക്കുക, അമിതാഹാരം നമ്മൾ നിയന്ത്രിക്കുക. ഇതിനെയൊക്കെ നിയന്ത്രിച്ച് ആ യോഗചര്യയിൽ കൂടെ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി നമ്മൾ ആ മനസ്സിൽ ഭഗവാനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ആ ഒരു നിയന്ത്രണത്തിലാകും. പിന്നീട് നമ്മള് മുന്നോട്ട് ഓരോന്നും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ജീവിക്കാനായിട്ടുള്ള ആ യോഗ പദ്ധതി തന്നെ നമുക്ക് ശരിയായി വരൂ എന്നുള്ളത് നിസ്സംശയം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലൊന്നും തന്നെ തെറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറയാം, എന്നിട്ട് ഹരിനാമ കീർത്തനത്തിലേക്ക് നമുക്ക് കിടക്കാം. സംശയമൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് പറയാം. ശ്രീബി മാതാജി. ഹരികൃഷ്ണ, അധികം ഉറങ്ങുന്ന ആൾക്കാരും അധികം ആഹാരം കഴിക്കുന്നവരും അവരൊക്കെ സ്വഭാവത്തിൽ തമോ ഗുണങ്ങളുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും യോഗ പരിശീലനത്തിന് കഴിയില്ല. അതുകൊണ്ട് ആഹാര നിയന്ത്രണം കൃഷ്ണ പ്രസാദമായാൽ യോഗികൾക്ക് ഏറ്റവും ഉത്തമം. പിന്നെ കൂടാതെ നമ്മുടെ 5 സെൻസസും മനസ്സും ഒക്കെ കൃഷ്ണ ഭക്തി സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിച്ച് യോഗ പരിശീലനം കൊണ്ട് ഭഗവാനിൽ എത്തുക, ഭഗവാനെ സേവിക്കുക. അങ്ങനെ ഇതിലൂടെ ദുഃഖങ്ങളും മറ്റും ഒരുവിധമൊക്കെ അകറ്റാൻ സാധിക്കട്ടെ എന്ന് സാധിക്കും. അപർണ മാതാജി. ഭക്ഷണം വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നതും അമിതാഹാരം കഴിക്കുന്നതും പിന്നെ കുറച്ച് മാത്രം ഉറങ്ങുന്നതും അമിതമായ ഉറക്കമുള്ളവർക്കും യോഗിയാവാൻ കഴിയില്ല. പിന്നെ കൃഷ്ണനെ നിവേദിക്കാതെ സ്വന്തം ഇന്ദ്രിയ സുഖത്തിനായി ഭക്ഷണം ഉണ്ടാക്കുന്നത് കഴിക്കുന്നത് അത് പാപമാണ്. അതുപോലെ മാംസാഹാരങ്ങൾ കഴിക്കുന്നതും മദ്യപാനം, പുകവലി അതെല്ലാം തമോ ഗുണങ്ങളാണ്. പിന്നെ കൃഷ്ണാവബോധത്തില് ഉള്ള വ്യക്തികള് എപ്പോഴും കൃഷ്ണന്റെ താല്പര്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുക. എല്ലാ കർമ്മങ്ങളും കൃഷ്ണന് വേണ്ടിയാണ് ചെയ്യുക. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് അടുത്ത ഹരിനാമ കീർത്തന എത്രാമത്തെ ശ്ലോകം? 49 ആണല്ലേ. 49. ഹരേ കൃഷ്ണ. നന്നായി ദഹിച്ചോരു സഹസ്രാരധാരയിൽ തന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു ഉന്നം മുളച്ചതവ ഭക്തിക്കു ചേർക്കവളമിന്നേ കൃപാനിലയ നാരായണായ നമാം. രതിദേവി മാതാജി.
യോഗ സാധനയുടെ ഫലമായി ഉണ്ടാകുന്ന ജ്ഞാനാഗ്നിയിൽ ദഹമ്യായ കൊടുങ്കാട് നല്ലപോലെ ദഹിച്ചുണ്ടാകുന്ന ആ ചാമ്പലിൽ ഭഗവത് കാരുണ്യ ഫലമായി സഹസ്രാര പത്മത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അമൃതധാരയാകുന്ന വലിയ മഴ പെയ്ത് പണ്ടേ തന്നെ മുളച്ചു വന്നിട്ടുള്ള ഭഗവത് ഭക്തിക്ക് വീണ്ടും വളം ചേർത്തരുളേണേ. കാരുണ്യനിധിയായ നാരായണനെ കൊണ്ട് നമസ്കാരം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്നായി ദഹിച്ച ഒരു സഹസ്രാര ധാരയിലെ തന്നീറ്റിൽ നിൻകരുണ വൻമാരി പെയ്തു മുന്നം മുളച്ച തവ ഭക്തിക്കു ചേർക്ക വള നിന്നേ കൃപാനിലയ നാരായണ. ഇതെന്താണ് എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ? പച്ച മലയാളത്തിൽ എഴുതിയിരിക്കും, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല അല്ലെ? നന്നായി ദഹിച്ച ഒരു സഹസ്രാര ധാര. അപ്പൊ എന്താണ് ഈ സഹസ്രാര ധാര? ഇത് നമ്മുടെ അറിയാമല്ലോ, 6 പടികൾ നമ്മുടെ ഊർജ്ജതലങ്ങളുണ്ട്. 6 ഊർജ്ജതലങ്ങൾ. ആ പടി 6 കടന്ന് എത്തുന്ന സ്ഥലമാണ് ഈ സഹസ്രാര ഇതുള്ള പത്മം എന്ന് പറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അല്ലെ? നമ്മള് കണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ആട് പാമ്പേ പുനം തേട് പാമ്പേ. ആ പുനം എന്ന് പറയുന്ന സ്ഥലം, പാമ്പുകൾ ഏതൊക്കെയാണ്? ഇട, പിങ്കള, സുഷുമ്ന എന്ന് പറയുന്ന ആടുകൾ. അതുവഴിയാണ് ഈ ഊർജ്ജശക്തിയെ മൂലാധാരത്തിൽ നിന്ന് ഇങ്ങനെ യോഗികളൊക്കെ ഉയർത്തി വിടുന്നത് മേളിലേക്ക്. അപ്പൊ അവിടെ നിന്ന് എത്തിക്കഴിയുമ്പോൾ സഹസ്രാരാം ഭുജാരൂഢ സുധാസാരാഭി വർഷിണി, അമൃത് വർഷിക്കുന്ന ഒരു അനുഭൂതിയാണ് അവിടെ ചെല്ലുമ്പോൾ അല്ലെ? സഹസ്രാര അംബുജം, അതായത് താമര കമിഴ്ത്തിയിട്ടിരിക്കുന്ന അതിൽ നിന്ന് അമൃത് ഇങ്ങനെ താഴേക്ക് വർഷിക്കുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ഭയങ്കര അനുഭൂതി. അപ്പൊ അവിടെ പറയുന്നിരിക്കുന്നത് തന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്ത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്റെ കരുണ കൃപാകടാക്ഷം നിന്നെപ്പറ്റി ഓർക്കുകയും കൂടെ ചെയ്യണം. നിന്റെ കരുണ ആകുന്ന വന്മാരി പോലെ അവിടെ പെയ്യുവാണെങ്കിൽ, ഒരു വൻമാരി എന്ന് പറഞ്ഞ ഒരു പെരുമഴ പെയ്യുന്നത് പോലെ നിന്റെ കരുണ അവിടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുന്നം മുളച്ച തവ ഭക്തിക്ക് ചേർക്കവളം ഇന്നീ കൃപാനിലയ. അതായത് എനിക്ക് എന്താണ്, ഞാൻ ഓൾറെഡി ഭഗവാന്റെ അംശമാണല്ലേ? എന്നോ നമ്മൾ ഭഗവാന്റെ അംശമാണല്ലേ? അപ്പം ഈ നമ്മൾ ആ ഒരു കനല് ഇങ്ങനെ ചാരം മറഞ്ഞു കിടന്ന് കാണാതെ ഇരിക്കുന്നത് പോലെ ആ ചാരം മാറ്റി കഴിഞ്ഞാൽ കനല് കാണും അല്ലെ? നമ്മൾ മായ കൊണ്ട് നമ്മൾ ഭഗവാനെ അറിയുന്നില്ല, ഭഗവാനായിട്ടുള്ള ബന്ധവും നമ്മൾ അറിയുന്നില്ല അല്ലെ? അപ്പൊ ഇത് ഓൾറെഡി ആ ഒരു മുള അവിടെ ഉണ്ട്, പക്ഷെ അത് പൊട്ടി പുറത്തേക്ക് വരുന്നില്ല. കാരണം എന്താണ്? ഈ മായ നമ്മളെ മൂടിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ മുന്നം ഒരുപാട് നാളെ വിട്ടേ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ, ഈ സഹസ്രാരതല പത്മത്തിൽ നമ്മൾ എത്തിയ ആനന്ദത്തിന്റെ ആ ഒരു സ്റ്റേജിൽ ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ ആ മുന്നേ ഉണ്ടായിരുന്ന ആ മുള വളരാനായിട്ടുള്ള ഒരു വളം ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് അത് എന്നാണ് പറയുന്നത്. ഓൾറെഡി നമ്മളുടെ അന്തസത്യമായിട്ട് എല്ലാവരും ഭഗവാന്റെ സേവകരാണ് അല്ലെ? നമ്മൾ എല്ലാവരുടെയും നമ്മുടെ യഥാർത്ഥ പൊസിഷൻ എന്താണ്? ഭഗവാന്റെ നിത്യസേവകരാണ് അല്ലെ? ഇത് നമ്മള് മനസ്സിലാക്കാതെ ആ ഒരു മുള ഇങ്ങനെ പൊട്ടി മുളയ്ക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ? അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് കാര്യം മായ നമ്മളെ മൂടിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ യഥാർത്ഥ ആ ഒരു മുള അതില് ഒരു വളം ഇട്ട് കൊടുക്കുന്ന പോലത്തെ അവസ്ഥയാണ് എന്താണ് നമ്മളുടെ ഓൾറെഡിയിലുള്ള നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം ഇരിക്കുന്നത് അല്ലെ? പുറത്തുനിന്നും ആരും കൊണ്ടേ തരുന്നോ ഒന്നും അല്ല, എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ? ഈ സർവ്വ സംഭവങ്ങളും. അപ്പൊ നമ്മുടെ ആ ഉള്ളിൽ ആരെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കുന്ന പോലെയാണ് ആ ഒരു അവസ്ഥയാണ് ഈ ഇതെന്ന് പറയുകയാണ് തുഞ്ചത്ത് രാമാനുജൻ ആചാര്യൻ നമ്മളോട്. അടുത്ത ശ്ലോകം 50. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിക കലിയായ കാലമിതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ. മാധവിരാധ മാതാജി ആ ശ്ലോകം ഒന്ന് വായിക്കുക. ഇല്ല, രതിദേവി മാതാജി ശ്ലോകം വായിക്കുക. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനം അതിനായി വരേണമിക കലിയായ കാലം ഇതിൽ അതുകൊണ്ടു മോക്ഷഗതി എഴുതന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. വളരെ ക്ലിയർ ആണ് ഇതിന്റെ അർത്ഥം അല്ലെ? പലതും പറഞ്ഞ് പകൽ നമ്മൾ മുഴുവൻ കളയുവാണ് അല്ലെ? അതും ഇതൊക്കെ ഗ്രാമകഥകളും പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് നമ്മളുടെ നാവ് നമ്മൾ വെറുതെ പാഴാക്കുകയാണ് അല്ലെ?
അല്ലെ? പകല് എത്രയോ സമയം നമുക്കുണ്ടല്ലേ? നമുക്ക് 24 hours ഉണ്ടെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര മണിക്കൂറുകൾ നമുക്ക് ബാക്കിയുണ്ടല്ലേ? 18 മണിക്കൂറോളം ബാക്കിയുണ്ടല്ലേ? ജോലിക്ക് പോവുകയാണെങ്കിൽ 8 മണിക്കൂർ ജോലിക്ക് പോകും. 4 സമയം ബാക്കിയാണല്ലേ? അത് പലതും പറഞ്ഞ് നമ്മൾ ഈ പകൽ മുഴുവൻ നമ്മൾ കൊണ്ടേ കളഞ്ഞു. ആ നാവ്, ആ പലതും പറഞ്ഞ് പരദൂഷണമൊക്കെ പറയുന്ന നാവ് തിരുനാമ കീർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നിവിടെ ഒരു റിക്വസ്റ്റ് വന്നിരിക്കുകയാണ് അല്ലെ? നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മളോട് അപേക്ഷിക്കുകയാണ് അല്ലെ? ആ തിരുനാമ കീർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുക. വെറുതെ പാഴാക്കി കളയല്ല. അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി. ആ നാമജപം കൊണ്ട് മാത്രമേ കലിയായ കാലത്തിൽ മോക്ഷമുള്ളൂ. ഹരേർനാമ 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 ഇവ കേവലം കലൗ നാസ്തിയേവ ഇതിന് മറ്റൊരു കാര്യവും ചെയ്തിട്ട് ഈ കലിയുഗത്തിൽ ഒരു കാര്യവും ഇല്ല. യാഗം ചെയ്തിട്ടോ യജ്ഞം ചെയ്തിട്ടോ തലകുത്തി നിന്ന് യോഗ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല അല്ലെ? കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി. എളുതെന്ന് കേൾപ്പു ഹരിനാരായണൻ. എത്ര എളുപ്പമായ മാർഗമാണല്ലേ? മറ്റെന്തെങ്കിലും ചെയ്യണോ? നമ്മൾ സംസ്കൃതം പഠിക്കണോ? ശ്വാസം പിടിച്ചു നിർത്തണോ? അല്ലേ? നമുക്ക് അത്യാവശ്യം ഭഗവാനെ നിവേദിച്ച ഭക്ഷണമൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ആ നാവ് കൊണ്ട് നമ്മള് പച്ച മലയാളത്തിലിരുന്ന് വീട്ടിലിരുന്ന് ജപിക്കാവുന്ന കാര്യമാണ് എന്താണ്? ഹരിയായ. എത്ര എളുപ്പമാണ്. എളുതെന്ന് കേൾപ്പു ഹരിനാരായണ എന്ന്. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ എടുത്തത് ഹരിനാമ കീർത്തനത്തിലെ. അപ്പം നമ്മൾ എല്ലാവരും ഈ പകൽ സമയത്ത് ഈ സമയം കളയുന്നവരെല്ലാവരും തന്നെ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഇനിയിപ്പം നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി की जय, अनंतकोटि आचार्यवंदी की जय, नमाचार्य हरिदास ठाकुर की जय. प्रेम से कहो जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा बलराम जयंती महामहंसों की जय.